പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്, സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എന്റെ സ്നേഹമാണ്. ഇത് നമ്മൾ എടുക്കുന്നത് സകല സഭകളും തെറ്റായി പഠിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ്. കാരണം ചില ആൾക്കാർ ഇവിടെ സ്നാനം വേണമെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അത് യേശുനാമ സഭകളിൽ ഇരിക്കുന്നത്, അതായത് കർത്താവ് യേശുക്രിസ്തു നാമം സ്നാനപ്പെട്ടവർ തന്നെയാണ് UPC എന്നും അങ്ങനെ അപ്പോസ്തലിക ദൈവസഭ എന്നും പിന്നെ യേശുനാമ സഭ എന്ന് പറഞ്ഞിരിക്കുന്നവർ ധാരാളം പേര് വിളിച്ചു. അവർ ചോദിച്ചു, ഞങ്ങളുടെ സ്നാനം ശരിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സ്നാനം വേണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സ്നാനം ഇനി വേണ്ട, പക്ഷെ നിങ്ങളായിരിക്കുന്ന സഭയിൽ പഠിപ്പിക്കുന്നത് ദുരുപദേശം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിശയം തോന്നി. എന്താണ് ദുരുപദേശം? ഞാൻ പറഞ്ഞു, ശരിയായ വെളിപ്പാടിൽ അല്ലാതെ പഠിക്കുന്നതെല്ലാം ദുരുപദേശം. ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം ഇന്നുവരെയും കടന്നു വരുന്നു എങ്കിൽ ഈ സഭകൾ പഠിപ്പിക്കുന്ന അനേകം തെറ്റായ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ അതൊന്നും നമുക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഒന്ന് രണ്ടു പറഞ്ഞു കൊടുത്തു. അപ്പൊ അതുകൊണ്ട് സഭകൾ പഠിപ്പിക്കുന്ന തെറ്റായ കാര്യം നമുക്കതറിയാം. നമ്മൾ അതുകൊണ്ട് സഭകളിലായിരുന്നതാണ്. ആ സമയത്ത് നമ്മളെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അല്ല ശരി. ഇപ്പോൾ അത് ദൈവിക വെളിപ്പാടിനാൽ അല്ലെങ്കിൽ കാലത്തേക്കുകൾ ദൈവം ഒരു വ്യക്തിയിലൂടെ, സെവൻത് ഏഞ്ചൽ വന്നപ്പോൾ ദൈവത്തിന്റെ മാലാഖ വന്ന് ഒരു വ്യക്തിയിലൂടെ, വില്യം മൈലൻബ്രങ്ഹാം എന്ന വ്യക്തിയിലൂടെ ശുശ്രൂഷിച്ചു. ഒരു സാധാരണ മനുഷ്യൻ. നമ്മുടെയൊക്കെ പുരോഹിതന്മാർ നമുക്ക് വചനം പറഞ്ഞു തരുന്നത് ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു, ഒരു പ്രവാചകനായി ഉപയോഗിച്ചു. പ്രവാചകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് പറയാനുള്ളത് ഒരു വ്യക്തിയിലൂടെ പറയുന്നു. ദൈവത്തിന്റെ വായ്, മൗത്ത് പീസ് ഇതേയുള്ളൂ. ദൈവം, അദ്ദേഹം സൈലന്റ് ആണ്, അദ്ദേഹത്തിന് അറിയില്ല, കർത്താവ് പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ ഉപയോഗിച്ച് ദൈവം ഇത് കാണിച്ചു തന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളും എവിടെ ആ തരത്തിലൊക്കെ ആയിരുന്നു. തെറ്റായ ഉപദേശം. അപ്പൊ ശരിയായത് എന്ത് എന്ന് പഠിപ്പിക്കുകയാണ്. താല്പര്യമുള്ള നോട്ട് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ചില വിഷയങ്ങളെ കുറിച്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. പാദ ശുശ്രൂഷ, തിരുവത്താഴം മിക്കവാറുള്ള സഭകളിലും, എല്ലാ സഭകളിലും ഉണ്ട് തിരുവത്താഴം. തിരുവത്താഴം കഴിക്കുമ്പോൾ ഇത് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് തോന്നും. അതല്ല, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇത്രയും കാലം അവർ തെറ്റായത് ചെയ്തുകൊണ്ടിരുന്നിട്ടും അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നും കർത്താവ് വരുമ്പോൾ പോകുമെന്ന് നമ്മെ വിശ്വസിപ്പിച്ചിരുന്നു. അവരും ഇന്നിരിക്കുന്ന ജനങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇത്രയും കാലം തെറ്റ് പഠിപ്പിച്ചിട്ടും അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് സത്യത്തിന്റെ ആത്മാവാണ്. അത് സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ട് ഈ സത്യങ്ങൾ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ല എന്നൊരു ചിന്തയെങ്കിലും ഉണ്ടായി അവർക്ക് വിട്ടുമാറണമെന്ന് തോന്നുന്നുവെങ്കിൽ അത് വിട്ട് ശരിയായ ഉപദേശം അല്ലെങ്കിൽ ശരിയായ വചനം എവിടെയാണോ അവിടെയാണ് അതിനോടൊപ്പമാണ് നിൽക്കേണ്ടത്. കാരണം എന്താ? വചനമാണ് നമ്മെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകുന്നത്, തെറ്റായ ഉപദേശമല്ല. ഓക്കെ. പാദ ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. തിരുവത്താഴത്തിന് മുമ്പാണ് എല്ലാവരും ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? ജ്ഞാനികൾക്കും വിവേകികൾക്കും ദൈവം തന്റെ മർമ്മം, ശ്രദ്ധിക്കും, മർമ്മം എന്നുള്ളത് നമുക്ക് വേറൊരു വാക്കെന്ന് പറയാൻ വെളിപ്പാട്, അത് മറച്ചു വച്ചിരിക്കുകയാണ്. ആ മറച്ചു വച്ചിരിക്കുന്ന വെളിപ്പാട് ഗ്രഹിക്കുന്നത് ആർക്കാണ്? ഞാനൊരു ജ്ഞാനിയല്ല, ഞാൻ ഏതുമില്ല കർത്താവേ, എനിക്ക് ദൈവ കൃപയാൽ എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ദൈവ കൃപയ്ക്ക് വേണ്ടി എല്ലാവരും അങ്ങനെ തന്നെ കാത്തിരിക്കുന്നത്. അപ്പോഴും ഓരോന്നും തെറ്റിയിരിക്കുന്നത് ഇതുപോലെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴും ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നവൻ കൃപയ്ക്ക് ആശ്രയിച്ചവനല്ല. കൃപ ദൈവാത്മാവാണ്. ആ ദൈവാത്മാവ് സത്യത്തിലേക്ക് വഴി നടത്തുമ്പോഴാണ് നമുക്ക് ഈ സഭയല്ല കൊണ്ടുപോകുന്നത്, വചനമാണ് കൊണ്ടുപോകുന്നത്. എവിടെയാണോ ശരിയായ വചനം അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ. അങ്ങനെയാണ് നമ്മളായിരുന്ന സഭകളെല്ലാം നമ്മൾ വിട്ടിട്ടൂടെ വന്നത്, ഒരു ചെറിയ കൂട്ടം. ഓക്കെ. അപ്പോൾ മനുഷ്യന്റെ ജ്ഞാനം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറയ്ക്കുന്നു. എന്താണ് അവരുടെ ജ്ഞാനം? നമ്മൾ പാദം ശുശ്രൂഷ ചെയ്ത് ശുദ്ധിയോടുകൂടെയാണ് തിരുവത്താഴം കഴിക്കുവാൻ. നമ്മളിവിടെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിന്റെ നിയമം ഈ ലോക ആത്മീയ കാര്യങ്ങളിലാണ് ആദ്യം എടുക്കേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് പരിശോധിക്കാം വേണമെങ്കിൽ. ഇന്ന് സഭകൾ, ദൈവസഭകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഈ 99% ജനങ്ങളും പഠിപ്പിക്കുന്നതിന്റെ നേരെ വിപരീതമാണ് ദൈവിക സത്യം. ഓക്കെ. അപ്പോ ഇവിടെ ഒരു ജ്ഞാനം, പുരോഹിതന്മാർ ബൈബിൾ കോളേജിൽ വഴി ഉണ്ടായ ജ്ഞാനമാണ്
തിരുവത്താഴം അത് വിശുദ്ധിയോടെ കഴിക്കാനുള്ളതാണ്, അശുദ്ധിയോടെ അല്ല. അതുകൊണ്ട് പുറത്തു പോയി പാദം കഴുകി ശുദ്ധിയോടുകൂടെ വന്നിട്ട് വേണം തിരുവത്താഴം കഴിക്കാൻ. ഇത് മാനുഷിക ജ്ഞാനം. ഇതിന്റെ മർമ്മം എന്താണ്? അതാണ് നമ്മളോട് പറയാൻ പോകുന്നത്. എപ്പോഴാണ് പാദ ശുശ്രൂഷ ചെയ്യുവാനുള്ളത്? ലൂക്കോസ് വിശേഷം 22-ാമത്തെ അധ്യായം കാണാമല്ലോ. ലൂക്കോസ് വിശേഷം 22-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യമായപ്പോൾ, സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. 22:19. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോ സമയമായപ്പോൾ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന്, രാത്രി സാധാരണ ഭക്ഷണം കഴിക്കാൻ ഇരുന്നതാണ്. ആ ടേബിളിൽ വെച്ചാണ് യേശു അവർക്ക്, ആദ്യം നോക്കൂ, ലൂക്കോസ് 22:19 അപ്പം വാഴ്ത്തി കൊടുക്കുന്നു. 20-ാമത്തെ വാക്യത്തിൽ വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുകയാണ്. 19 പറയുന്നത്, പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. 19-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിച്ചു പോകണം. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. നമ്മളോട് പഠിപ്പിച്ചതാണ്, ഇവിടെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാണ്. എന്താണ് എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞത്? നമ്മളോട് പഠിച്ചതാണ്, പറഞ്ഞു തരാം. ഇവിടെ രണ്ടാമത് കൊടുത്തത് വീഞ്ഞാണ്. വീഞ്ഞാണ് കൊടുത്തത്. ഓക്കെ, വീഞ്ഞ് കൊടുത്തപ്പോ എന്താ പറയുന്നത്? എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. നമ്മളെല്ലാം വീഞ്ഞ് കുടിക്കുന്നുണ്ട്. പാദം കഴുകുമ്പോഴും പറയുന്നുണ്ട് അവസാനം, ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. വേറെ എടുത്ത് പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത്, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. വെറുതെ പറയുന്നതും ചെയ്യുന്നവരാണ് ഈ സഭകളിൽ മുഴുവനും. അപ്പോൾ നമ്മൾ വിശ്വസിച്ച നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എക്സാക്ട് അതിന്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിച്ച മർമ്മം, ആ വെളിപ്പാട് എന്താണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ചിട്ട് ചെയ്യുമ്പോഴാണ് അത് ദൈവം കണക്കിടുന്നത്. വിശ്വസിക്കാത്ത ചെയ്യുന്നവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ എന്റെ രക്തത്തിലെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ, വീഞ്ഞ് എല്ലാവരും കുടിക്കുന്നു. വീഞ്ഞ് എന്തിനെ കാണിക്കുന്നു? ഒരു വീര്യത്തെ കാണിക്കുന്നു. അപ്പം വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുമ്പോൾ അതിന്റെ ഉള്ളിലാണ് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുവാനുള്ള വീര്യം എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ലോകം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു. നമ്മളെ കർത്താവ് പഠിപ്പിച്ചത് അതല്ല, ഇതിന്റെ വെളിപ്പാട്. വീഞ്ഞ് എന്ന് പറഞ്ഞാൽ വെളിപ്പാട്. ആ വെളിപ്പാട് ലഭിക്കുമ്പോഴാണ്, ഇന്ന് നോക്കൂ, പല സഭകളും പെന്തക്കോസ്ത, കത്തോലിക്ക, മാർത്തോമ, CSI ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വന്നു. നമ്മൾ കണ്ടതാണ്. എഫെസോസ് സഭാകാലം അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം, പരിശുദ്ധാത്മാവ് വന്നു. അത് കഴിഞ്ഞിട്ട് ഇറാനിയോസ് വന്നു. അങ്ങനെ ഓരോരോ സഭാകാലങ്ങൾ വന്നപ്പോൾ കത്തോലിക്ക സഭയുടെ കാലത്ത് അത് സകലവും തകിടം പറിച്ചു കഴിഞ്ഞു. അതിനുശേഷം കർത്താവ് മാർട്ടിനെ വിളിച്ചിട്ട് കത്തോലിക്ക സഭയുടെ ഉപദേശങ്ങൾ തെറ്റെന്ന് പറഞ്ഞ് കുറച്ചുപേരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ ഞാൻ പറയുന്നത്, ഓരോ സമയത്തും നമ്മളായിരിക്കുന്ന ഒരു സഭ വിട്ട് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ദൈവം നമ്മെ ഒരു വെളിപ്പാടാണ് അറിയിക്കുന്നത്. ദൈവവചനമെന്ന് പറയാം, പക്ഷെ ദൈവവചനം നമ്മൾ ആ സഭയിലായിരുന്നപ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് വായിച്ചിട്ടുമിരുന്നു. പക്ഷെ എന്താണ് അതിനകത്തുള്ള വെളിപ്പാട് എന്ന് കർത്താവ് നമ്മെ ഗ്രഹിച്ചപ്പോൾ നമുക്കറിയാം എന്തുകൊണ്ട് നമ്മൾ പുറത്തു വന്നു. വെളിപ്പാട് ഗ്രഹിച്ചതുകൊണ്ട് മാത്രമല്ല, അവർ പറയുന്നത് കള്ളമായതുകൊണ്ട് മാത്രമല്ല, അവിടെ ആയിരുന്നാൽ ദൈവസഭയുടെ ഭാഗമാകില്ല, കർത്താവിന്റെ സന്നിധിയിൽ പോകില്ല. എങ്ങനെ മനസ്സിലാക്കാം? ദൈവം തന്റെ സഭ പണിയുന്നത് വെളിപ്പാടിലാകുന്നു. നമ്മളായിരുന്ന സഭയില് ഈ വെളിപ്പാടില്ല. വചനമുണ്ട്. വചനത്തിൽ എന്താണ് ദൈവം ഉദ്ദേശിച്ചതെന്ന വെളിപ്പാട് അവർക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയാത്തത് കൊണ്ട് നാം അവിടെ ഇരുന്നു. വെളിപ്പാട് കിട്ടിയപ്പോൾ വെളിപ്പാടിനോടൊപ്പം പോകണം. അതാകുന്നു കർത്താവായ യേശുക്രിസ്തു, നിത്യജീവൻ. ഇവിടെ പറയുന്നത്
അങ്ങനെ കത്തോലിക്ക ഇത് മാർത്തോമ സഭ കൊളംബോ വിളിച്ചു കൂട്ടിയത്, CSI സഭ, ലൂതറൻ സഭ ഇത് പെന്തക്കോസ്റ്റ് വെസ്ലി വിളിച്ചു കൂട്ടിയത്. ഈ സഭയിലായിരുന്നു നമ്മൾ. പല സഭയുടെ മാർത്തോമയിൽ CSI ഉള്ളവരുണ്ട്. അപ്പൊ ഈ സഭകളിലായിരുന്നപ്പോൾ ഏഴാമത്തെ സഭയുടെ കാലത്ത് സെവൻത് ഏഞ്ചൽ, ബൈബിൾ പറയുന്ന പ്രകാരം ഏഴാമത്തെ സഭാദൂതൻ വില്യം മാരിയം ബ്രൻഹാം എന്ന ഒരു പുരോഹിതനിലേക്ക് വന്നു. വില്യം ബ്രൻഹാം ഏഴാമത്തെ സഭാദൂതനല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഏഞ്ചൽ വന്നിട്ട് ദൈവത്തിന് പറയാനുള്ള ഇവരുടെ കയ്യിൽ ഇരുന്ന അതേ ബൈബിൾ നമ്മുടെ കയ്യില് ഇവിടെയൊക്കെ ആയിരിക്കുമ്പോഴും കത്തോലിക്കയിലും മാർത്തോമയിലും CSIയിലും പെന്തക്കോസ്തിലും ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന അതേ ബൈബിളിനകത്ത് തന്നെ ചില വെളിപ്പാടുണ്ടായിരുന്നു. ആ വെളിപ്പാട് സെവൻത് ഏഞ്ചൽ എന്ന പുരോഹിതൻ, വില്യം ബ്രൻഹാം എന്ന പുരോഹിതനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ബൈബിളിന്റെ വെളിപ്പാട് നമുക്ക് മനസ്സിലായത്. ആ ഒന്നാമത് മനസ്സിലായ വെളിപ്പാടാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വന്ന് ലോകം 3 വ്യക്തി എന്ന് പഠിപ്പിക്കുന്നു. അവിശ്വാസി വായിച്ചാലും 3 വ്യക്തി, വിശ്വാസി വായിച്ചാലും 3 വ്യക്തി. എന്നാൽ നമ്മൾ വിശ്വാസി ആകുന്നത് എപ്പോഴാണ്? ഈ 3 വാക്കും കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന ഒറ്റ നാമത്തിൽ. ആ നാമമാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഇത് വെളിപ്പാടാണ്. വെളിപ്പാട് ഇന്നും ഈ പെന്തക്കോസ്തുകാർക്കും CSI മാർത്തോമാർക്കും എല്ലാ സഭകൾക്കും മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് ലഭിച്ച നമ്മെ അവർ ഉപദ്രവിക്കുന്നത്. ഇതിൽ പോവില്ല. ഇത് അക്ഷരം കൊല്ലുന്നു. ഇതിന്റെ വെളിപ്പാടാണ് ആത്മാവ്. ഇതാണ് ജീവിപ്പിക്കുന്നത്. അതുപോലെ തിരുവത്താഴം കഴിക്കുമ്പോൾ പാസ് എടുത്തു തരുമ്പോൾ നമ്മൾ കഴിക്കുന്നു. അങ്ങനെ കഴിച്ചോട്ട് പോയാൽ മരണം. കഴിക്കുമ്പോൾ തന്നെ നമ്മളിവിടെ കഴിക്കുന്നു. എല്ലാവർക്കും ഈ വെളിപ്പാട് കിട്ടണമെന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇച്ഛിക്കും, ആഗ്രഹിപ്പിൻ, നമുക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. ജാഗ്രതയോടെ ഇതിന്റെ സത്യം അറിയുവാനും അറിയുന്നിടത്തോളം ക്രിസ്തുവിനോട് ചേർന്ന് ലഭിക്കുന്ന സത്യത്തിന് സ്തോത്രവും നന്ദിയും കൊടുത്ത് ഉണർന്നിരിക്കുന്ന ഒരു ഹൃദയവുമായിട്ടിരുന്നാൽ ഇവിടെ വെളിപ്പാടുകൾ പറഞ്ഞാലും നിങ്ങൾക്ക് ലഭിക്കും, പറഞ്ഞില്ലെങ്കിലും ലഭിക്കും. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കാതെ ഇരിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ മുള്ളിനടയിലും പാറപ്പുറത്തും വഴിയെങ്കിലും വീഴുന്നത് പോലെ ഇരിക്കും. ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇത് അപ്പവും വീഞ്ഞും കഴിക്കുമ്പോൾ ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാട് ലഭിക്കുമ്പോഴാണ് പഴയതിൽ നിന്നും മാറ്റം വന്നു. ഇനി ആ വെളിപ്പാടിലാണ് ഞാൻ നിൽക്കാൻ. കർത്താവ് ആ വെളിപ്പാടിലാണ് സഭയെ പണിയുന്നത്. ഓക്കെ, കർത്താവേ സ്തോത്രം. അപ്പോ 19 അപ്പം വാഴ്ത്തി കൊടുത്തു, 20 വചനത്തിൽ വീഞ്ഞ് വാഴ്ത്തി കൊടുത്തു. ഇനി ആ കാര്യങ്ങൾ കഴിഞ്ഞ് ലൂക്കോസ് 22 തന്നെയാണ്. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നമ്മൾ വീട്ടിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന ഒരു ടേബിൾ സങ്കല്പിക്കുക. ആ ടേബിളിൽ യേശു ശിഷ്യന്മാരും വന്ന ആഹാരം, രാത്രിയുള്ള ആഹാരം കഴിക്കാൻ വന്നിരുന്നതാണ്. ആ ഇരുന്ന സമയത്താണ് ആ ടേബിളിൽ വെച്ച് തന്നെ അപ്പവും വീഞ്ഞും വാഴ്ത്തി കൊടുത്ത് കഴിക്കുന്നു. എന്നിട്ട് നമ്മളെല്ലാം ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ട്, നമ്മളെല്ലാം ഫാമിലി ഉണ്ട്, നമ്മളവിടെ ഇരിക്കുമ്പോൾ വീണ്ടും പല കാര്യങ്ങളും സംസാരിക്കും. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ 19 അപ്പം വാഴ്ത്തി കൊടുത്തു ലൂക്കോസ്, 20 വീഞ്ഞു വാഴ്ത്തി കൊടുത്തു. 24 വാക്യം വരുമ്പോൾ, അതായത് പല കാര്യങ്ങളും സംസാരിച്ചു. 24 വാക്യം വരുമ്പോൾ അവിടെ ഒരുവനിൽ ഒരു സംശയം വരെയാണ്. നോക്കൂ, ലൂക്കോസ് 22:44. തങ്ങളുടെ കൂട്ടത്തിൽ ആരെ ആകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ യേശു കർത്താവ് ഗുരുവുമാണ്. യേശു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഇതിൽ ആരാണ് മുഖ്യൻ എന്നവർക്ക് അറിയണം. എവിടെയാണ്? ഓക്കെ, ആ കൂട്ടത്തിൽ ആരാണ് വലിയവൻ? ഇതെല്ലാം അവിടെ ഇരുന്ന വ്യക്തിക്ക് തോന്നിയതൊന്നും അല്ല. ലോകത്തിൽ അങ്ങനെ സഭകൾ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഉപദ്രവിക്കും. ഞാൻ വെളിപ്പാടോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അവന് തോന്നിയതൊന്നും അല്ല, അവനെ കൊണ്ട് തോന്നിച്ച് പറയിപ്പിച്ചതാണ്. എന്തെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു പാഠം പഠിപ്പിച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിലൂടെ ഇങ്ങനെയാണ് സകലതും. ഇപ്പൊ യേശു സ്നാനമേറ്റ് കയറിയപ്പോൾ ഒരു പ്രാവിനെ അവിടെ കാണിക്കേണ്ട ആവശ്യം തോന്നും? ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ പോലെ. വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവിശ്വാസി വിശ്വസിക്കാത്തത് കൊണ്ട് അവനൊരു അടയാളം കാണിച്ചു കൊടുത്തതാണ്. നമ്മൾ ആ അടയാളം കണ്ടിട്ടല്ലോ. നമ്മൾ വചനം ശരിയാണെന്ന് വിശ്വസിച്ചപ്പോൾ വന്നു കർത്താവ് യേശു ക്രിസ്തു സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോൾ ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയുണ്ട്. ഇപ്പൊ മത്തായി 13 പറയാം. മത്തായി 13 കർത്താവ് ഉപമ പറഞ്ഞു. ലോകത്തിലെ എടുക്കുന്നില്ല, എല്ലാവരും ഉപമ ഗ്രഹിക്കാനെന്നാ പറയുന്നത്. പക്ഷെ ഉപമ ഗ്രഹിക്കാൻ അല്ലെന്ന് പിന്നത്തെ ശിഷ്യന്മാരെ ഒന്ന് ചോദിക്കുന്ന കാര്യം ഇവിടെ ചേർത്തിരിക്കുകയാണ്. അതുപോലെ
അവിടെ ഒരു വ്യക്തി ചോദിക്കുകയാണ്, ആരാണ് വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലി ഒരു തർക്കം അവിടെ ഉണ്ടായി. 27 ആരാകുന്നു വലിയവൻ? നോക്കണം. ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഒരു മേശയിൽ ആഹാരം കഴിക്കാൻ ഇരിക്കുന്നു, യജമാനനാണ് ഇരിക്കുന്നത്, യജമാനനാണ് വലിയവൻ, അല്ലേ? ആരും വിളമ്പി കൊടുക്കുന്നവൻ അവൻ കുറഞ്ഞവൻ, വലിയവനല്ല, ശുശ്രൂഷിക്കുന്നവൻ. ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? യേശുവാണ് പറയുന്നത്. ലോകത്തിന്റെ രീതിക്ക് നേരെ വിപരീതമാണ് ആത്മീയമായ വെളിപ്പാട്. വീണ്ടും പറയാണ്, ലോകത്തിന്റെ രീതി അനുസരിച്ച് യജമാനന് ശിഷ്യൻ വിളമ്പിക്കൊടുക്കുമ്പോൾ ശിഷ്യൻ കുറഞ്ഞവനും യജമാനൻ കൂടിയവനും. ഓക്കെ, ഇതാണല്ലോ അവിടെ. ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലയോ? അതെ. എന്നാൽ കർത്താവ് പറയണേ, വലിയവനായ കർത്താവ് പറയാൻ ശ്രദ്ധിക്കണം, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ ആകുന്നു. അപ്പോൾ ദൈവവും കർത്താവുമായവൻ യജമാനൻ മേശയിൽ ഇരിക്കുമ്പോൾ ആ യജമാനനെ ശുശ്രൂഷിക്കുന്നത് ആരാ? അവിടുത്തെ ജോലിക്കാരൻ. അവൻ താഴ്ന്നവനാ. പക്ഷെ ഉയർന്ന രാജ്യത്തിരുന്ന ദൈവം ഈ താഴ്ന്ന രാജ്യത്തിലേക്ക് വന്നിട്ട് ഈ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിട്ട് അവർക്ക് പോകാൻ കഴിയാത്ത അത്രത്തോളം താഴ്ചയിൽ പോയി ഒരു കാര്യം കാണിക്കുന്ന എന്തിനാണ്? ഇങ്ങനെ താഴ്മയോടെ നാം മുദ്രയെടുത്തപ്പോൾ പറഞ്ഞു, എളിമയിൽ നിന്നാൽ മാത്രമേ ഏറ്റവും താഴ്ത്തപ്പെടുന്ന വ്യക്തിക്കാണ് മുകളിലേക്കുള്ള ശക്തി വർദ്ധിക്കുന്നത്. ഒരു സ്പ്രിങ് എന്ന പോലെ എത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും അത് നമ്മെ അത്രത്തോളം മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ കർത്താവും ഗുരുവുമായ യേശു പറയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കുന്നവനെ പോലെ, അതായത് നിങ്ങളെ പോലെ ഞാൻ സേവ ചെയ്യുകയാണ്. ആർക്ക് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് നമ്മുടെ പഠിപ്പിക്കൽ തെറ്റെന്ന് പറയും. ആർക്കാണ് യേശു ശുശ്രൂഷിച്ചത്? ദൈവത്തിന്. അതും ആലോചിക്കും. കണ്ടോ, ഇതല്ലേ ലോകം. യേശു വേറെ, ദൈവം വേറെ. അങ്ങനെയല്ല കാണാൻ. നമുക്ക് സഭയ്ക്ക് ഇത് അറിയാം. ഞാൻ മറ്റുള്ളവർക്ക് പറയുകയാണ്, അങ്ങനെ കണ്ടാൽ അവൻ വീണു പോകും. യേശു ഈ ഭൂമിയിൽ വന്നിട്ട് സാധാരണ ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതം ജീവിക്കുകയാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ തന്നെ കാണണം. ചില കാര്യങ്ങളിൽ ദൈവം തന്നെ എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ കരഞ്ഞു, വിശന്നു, ആഹാരം കഴിച്ചു. ഒരു ക്രിസ്തു വിശ്വാസി വിശ്വസിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്തെല്ലാം പ്രതികൂലം ഉണ്ടാകും, ആ പ്രതികൂലം അവിടെ കാണിച്ചിട്ട് അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നതും കൂടി യേശു കാണിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാവരും കൂടെ ക്രൂശിച്ചു കൊന്നു. അപ്പോഴും ഈ ഇബ്രായ ബാലന്മാർ തീക്കകത്തിട്ടപ്പോഴും ഭയപ്പെടാത്തതുപോലെ യേശു ഭയപ്പെട്ടില്ല. കാര്യം എന്താ? മരണപര്യന്തം വിശ്വസ്തനായിരുന്നു. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് കാണിച്ചു തരേണ്ടതിനും കൂടെ യേശു ക്രൂശിൽ മരിച്ചു, കുഴിയിൽ അടക്കി, ഏറ്റവും മുകളിൽ, എല്ലാ നാമത്തിനും മേലായ നാമം. നമുക്കും കർത്താവ് ഇതുപോലെ ജീവിതത്തിൽ, കർത്താവ് എന്ന് പറയാൻ പറ്റില്ല, ജീവിതത്തിൽ ഈ കുറച്ചിലുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ വരുന്നത് കർത്താവ് തരുന്നതല്ല, എന്നെ കൊണ്ട് തന്നെയാണ്. ചിലപ്പോൾ അത് അനുവദിച്ചിരിക്കുന്നത് പിശാചിനാൽ. അവനെ അനുവദിക്കുകയാണ്. യോബിന്റെ കാര്യം, നീ എനിക്ക് അനുവാദം താ, ഞാനിപ്പോ അതിന്റെ പ്രാണന് തൊട്ട് വന്നു, ബാക്കി ചെയ്തോ. അതെ, അവന് അനുവാദം കിട്ടി. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം പരിഹാരം വരുന്നതെല്ലാം ദൈവം അനുവദിച്ചിട്ടാവണമെന്നില്ല. ഇപ്പോ ഒരു ഗ്ലാസ്സിൽ ഞാൻ നല്ല ആഹാരം, ഒരു വെള്ളം, പാനീയം കൊടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ കീഴേ വരണം. നാം ക്രിസ്തുവിന്റെ കീഴേ നിൽക്കുമ്പോൾ എല്ലാ നന്മകളും വരങ്ങളും എല്ലാം ഉയരത്തിൽ വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് വരുന്നു. ഞാൻ ഇതിൽ നിന്നും മാറിപ്പോയാൽ പിന്നെ ലോകത്തിലാണ്, വീണു പോകും. പിന്നെ കർത്താവിനെ പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഇവിടെ യേശു ശുശ്രൂഷിക്കുന്നവനെ പോലെ എന്ന് പറയാൻ നമുക്കൊരു മാതൃകയാണ്. ദൈവം എന്റെ കുടുംബത്തിന് എന്നെ മാത്രം വിളിച്ചു വേർതിരിച്ചു, ദൈവത്തിന്റെ മണവാട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും അഹങ്കരിക്കല്. അവരുടെ മുമ്പിൽ എളിമയോടെ താഴ്മയോടെ നിന്നാൽ കർത്താവ് നമ്മെ ഉയർത്തും, മറ്റുള്ളവരോ ചവിട്ടി താഴ്ത്തും. ഇനി പാദ ശുശ്രൂഷ എപ്പോഴാണ് നോക്കുക. അപ്പൊ ലൂക്കോസ് 22:19 അപ്പം വാഴ്ത്തി കൊടുത്തു, 20 വീഞ്ഞ് വാഴ്ത്തി കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ 24 ആയപ്പോഴത്തേക്ക് ഒരു സംശയം, ആരാണ് വലിയവൻ ചെറിയവൻ? 27 എന്ത് പറയുന്നു? ഞാൻ നിങ്ങളുടെ ശുശ്രൂഷകനെ പോലെ, ആഹാരത്തിന് ഇരിക്കുന്നവനല്ലയോ വലിയവൻ, വിളമ്പി കൊടുക്കുന്നവൻ ചെറിയവൻ. ഇനി ദൈവരാജ്യത്തിന്റെ നിയമം നോക്കാം. ഇത് ലോകപ്രകാരമുള്ളത്. ഇനി ദൈവരാജ്യത്തിന്റെ നിയമം, ഇത് ബൈബിൾ പറയുന്നത് ഭാഗമായും വിവിധമായും, ഇവിടെ അല്പം അവിടെ അല്പം എന്ന രീതിയിലാണ് ദൈവവചനം സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ലൂക്കോസ് 22-ാമത്തെ വാക്യത്തിൽ കർത്താവ് അവിടെ പറഞ്ഞിട്ട് അവിടെ നിർത്തി അതിന്റെ പ്രവൃത്തി ചെയ്യണം. ആദ്യം ഒരു തിയറി ക്ലാസ് എന്നതുപോലെ അവിടെ പറഞ്ഞു,
ഇനി അതിന്റെ പ്രാക്ടിക്കലാണ്. അത് വേറൊരു അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ ബുദ്ധിയിൽ നോക്കുമ്പോൾ യോഹന്നാൻ 13 വായിച്ചിട്ടാണ് തിരുവത്താഴ് പാദ ശുശ്രൂഷ പിന്നെ ചെയ്യുന്നത്. അവിടെ ഉള്ള തെറ്റെന്താണെന്ന് ശ്രദ്ധിച്ചോളുക. മറ്റൊരിടത്ത് പറയണം കേട്ടോ. നമ്മുടെ ബന്ധുക്കളെല്ലാം തെറ്റായി ചെയ്യുന്നവർക്ക് ചെറിയ 1-2 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതെങ്കിലും 1-2 കാര്യം തെറ്റെന്ന് ബോധ്യമായാൽ അവർ മറ്റുള്ള അറിയാൻ ശ്രമിക്കും. നമ്മൾ പറയുന്നത് എല്ലാം ഒരു കാര്യമെങ്കിലും തെറ്റിപ്പോയാൽ അവർ പിന്നെ കേൾക്കാൻ പോലും നിൽക്കില്ല. കാര്യം പിശാച് അവരെ വലിച്ചുകൊണ്ട് പോകും. കേൾക്കരുത് പറയും. അഥവാ ഒന്ന് തെറ്റി ശരിയായത് പറഞ്ഞെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ തെറ്റിയെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി പാദ ശുശ്രൂഷ യോഹന്നാൻ 13-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അപ്പൊ അത്താഴം കഴിക്കാനാണ് അവരവിടെ ഇരുന്നത്. അത്താഴം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചോദ്യം വന്നത്. അവിടെ നിന്ന് അതിന്റെ കാര്യം പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ശുശ്രൂഷിക്കുന്നവനെ പോലെ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവിടെ നോക്കൂ, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്. കണ്ടല്ലോ, 2 അധ്യായത്തിലായതുകൊണ്ട് വേറെ വേറെ സംഭവമല്ല, ഒരു സംഭവം തന്നെ. ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തുന്നവരാ ഒരുവൻ. കർത്താവ് ഒരു വ്യക്തിയിലൂടെ അറിയിച്ചു. ആ പേര് കേൾക്കുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരാണ് അധികം പേര്. ഇപ്പൊ വിളിച്ചതിൽ പലരുണ്ട് വില്യം ബ്രൺഹാമിന്റെ ആളോ എന്ന്. അങ്ങനെ ഞാൻ ചോദിക്കും, ഞാനാണ് ഇപ്പൊ നിങ്ങളുടെ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. നാളെ ഒരാൾ പറയുമോ നിങ്ങൾ പോൾ ബ്രദറിന്റെ ആളോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പോൾ ബ്രദർ കാണിച്ചത് വചനമാണ്. അതുപോലെ വില്യം ബ്രൺഹാം എന്ന വ്യക്തി നമ്മളെ കൊണ്ടുവരുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രകാരമാണ്. ബൈബിളിലെ യഥാർത്ഥ വെളിപ്പാടിലേക്കാണ് കൊണ്ടുവരുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഉരിഞ്ഞു വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അപ്പോൾ അതിന്റെ പ്രവൃത്തി ഇവിടെ ചെയ്യുകയാണ്. അടുത്ത് നോക്കിക്കോണം. 13 യോഹന്നാൻ 13 4-ഉം 5-ഉമാണ് വായിച്ചത്. ഞാൻ ഇടയ്ക്കുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ. 12-ാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു. ഇതൊന്നും ഈ സഭകൾ കാണില്ല. അവരുടെ പുരോഹിതൻ എന്താ പറയുക, ദുരാത്മാവ് ബാധിച്ച് തന്നെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ പുരോഹിതന്റെ ഉള്ളിലോ കേട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഉള്ളിലോ യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനെ ആരാലും ഉപദേശിക്കേണ്ടെന്ന ബൈബിൾ. അവന്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് തന്നെ തെളിയിച്ചു കൊടുക്കും. നമുക്കിത് പൂർണ്ണതോതിൽ വെളിപ്പെട്ട് കിട്ടിയില്ല. പരിശുദ്ധാത്മാവ് ലഭിച്ചത് പിന്നീടാണ്. പക്ഷെ നമുക്കിത് ഡൗട്ട് തോന്നി. പല കാര്യങ്ങളും അവരുടെ പഠിപ്പിക്കൽ പലതും ഡൗട്ട് തോന്നി. നോക്കൂ, അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ? നിങ്ങൾ എന്നെ കണ്ടോ ഗുരു എന്നും കർത്താവ് എന്നും, അതായത് നിങ്ങളെ ഞാൻ വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നവൻ ഗുരു. അപ്പോൾ തന്നെ ഞാൻ കർത്താവ്. ഏത് കർത്താവ്? സൃഷ്ടികർത്താവ്. അത് എവർക്കേ മനസ്സിലായിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. മറ്റുള്ളവർ ബേൽസബൂൽ എന്നാണ് വിളിച്ചത്. വൃത്തിമായി 2 കണ്ണും കാഴ്ചയില്ലാത്തവരെന്താ വിളിച്ചത്? പള്ളി പോലും കേട്ടവനാ കർത്താവെ എന്ന് വിളിച്ചു. പിന്നെ എന്ത് വിളിച്ചു? ആ സമയത്ത് ആരും ഒരു ജ്ഞാനികളും വിളിക്കാത്ത, ഒരു പള്ളി പ്രമാണിയും വിളിക്കാത്ത ഒരു വിളിയും കൂടെ വിളിച്ചു, ദാവീദ് പുത്ര. യേശു ജീവിച്ചിരുന്ന കാലവും ഇപ്പോൾ 2000 വർഷവും കഴിഞ്ഞിട്ട് സംഭവിക്കേണ്ട കാര്യം, ആ ദാവീദിന്റെ സിംഹാസനത്തിൽ 1000 ആണ്ടിൽ വരുന്നവനും ഈ ലോകം ബേൽസബൂൽ എന്ന് പറഞ്ഞ് കല്ലെറിയുന്ന ഇവനാണെന്ന് പിടികിട്ടിയവൻ ആ ഭർത്യമായി അത് കണ്ടിട്ടാ യേശു നിന്നത്. അപ്പൊ അവന് ലഭിച്ച വെളിപ്പാട് എന്തെന്ന് ക്രിസ്തു മനസ്സിലാക്കി. അപ്പോഴും കർത്താവ് ആരെന്നേ അവർക്ക് മനസ്സിലായുള്ളൂ. ഈ യേശുവാണ് ദാവീദിന്റെ പുത്രൻ എന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് അവന്മാർ പറഞ്ഞത്, മിണ്ടാതിരി ദാവീദ് പുത്രൻ. പഴയ നിയമത്തിൽ പറഞ്ഞൊരു ദാവീദിന്റെ സിംഹാസനം ആവുന്നു, യഹോവ ദൈവം ഇറങ്ങി വരും. ഇതാണ് അവർ പഠിച്ചിരിക്കുന്നത്. കർത്താവ് ഇറങ്ങി വരും. ആ കർത്താവ് ഇവനൊന്ന് പിടികിട്ടിയതാ, പാപി വഴിവെക്കി കിടന്നവൻ. അതുവരെ നമ്മൾ കിടന്നത്. ഇന്നും കുടുംബത്തിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ. അപ്പൊ നമുക്ക് വെളിപ്പെടുന്ന രീതി അവർക്ക് എന്ത് തോന്നും? നമ്മെ കല്ലെറിയാൻ തോന്നും. അപ്പൊ ഇവിടെ കർത്താവെന്നും ഗുരുവെന്നും നിങ്ങൾ എന്നെ കാണുന്നു. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അവർക്ക് വേണ്ടി ഞാൻ ഇതിൽ ചോദിക്കുകയാണ്, കർത്താവാണെന്ന് നിങ്ങൾ പറയുന്നു. കർത്താവായിരുന്നു സൃഷ്ടികർത്താവ്. എന്നിട്ട് പറയും യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമല്ലേ, അത് വേറെയല്ലേ എന്ന്. ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മ വരുമ്പോൾ ഇതിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. അതുപോലെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. ഇതൊക്കെ അവർക്കറിയാം. പറയുന്നതിന്റെ പ്രാധാന്യത ഇനിയാണ് വരാൻ പോകുന്നത്.
അപ്പം കർത്താവ്, സൃഷ്ടികർത്താവായ ഞാൻ എന്റെ സൃഷ്ടിയായ അല്ലെങ്കിൽ ഭാവിയൊന്ന് ലോകം മുദ്ര കുത്തിയവന്റെ പാദം ഞാൻ കഴുകാൻ തക്കവണ്ണം ഞാൻ താഴ്ന്നു എങ്കിൽ ഗുരു ഏറ്റവും അടിയില്ല, നമ്മെ ക്രിസ്തുവിലാ നിർത്തുന്നത്. അപ്പോഴും ക്രിസ്തു താഴെയാ, നമ്മളാ മുകളിൽ, ക്രിസ്തുവിൽ. ആത്മീയ വെളിപ്പാട് മനസ്സിലാക്കണം. കർത്താവ് അത്രത്തോളം ആദ്യം താഴ്ന്നു പോയത് കൊണ്ടാണ് നമ്മെ അവിടെ നിന്ന് എടുക്കുവാൻ കഴിഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ കാല് കഴുകിയിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇതിന്റെ വെളിപ്പാട് നോക്കുക, 13:16. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല. ഇതും അറിയണം. ഇത് നിങ്ങൾ അറിയുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. ഇത് മാത്രമല്ല അറിയേണ്ടത്, ഇതിനകത്താണ് മർമ്മം. ഇതെവിടെ എന്താ യേശു പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇത് ശരിയാണ്, യേശു പറഞ്ഞില്ലെങ്കിൽ അറിയാലോ. ഇപ്പൊ എന്റെ വീട്ടിൽ ജോലി ഇരിക്കുന്ന ഒരു ദാസൻ എന്നെക്കാൾ വലിയവനാവുമോ? ഇല്ലെന്നാ പറയുന്നത്. നോക്കൂ, ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. ഇത് ലോകത്തിന്റെ രീതിയാണ്. ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനും അല്ല. ഇത് ലോകത്തിന്റെ രീതി. എന്താണ് അതിന്റെ മർമ്മം? നാം ആത്മീയ തലത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിൽ സ്ത്രീ എന്നൊന്നില്ല, പുരുഷനെന്നൊന്നില്ല. ഇപ്പോൾ ഇവിടെ ഈ യജമാനൻ എന്നാണ് പറഞ്ഞത്, കർത്താവ് എന്ന് പറഞ്ഞില്ല. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ദൂതൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദാസൻ യജമാനനേക്കാൾ എന്നാ. അപ്പോൾ യേശു ഇപ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു യജമാനൻ, ഒരു പുരോഹിതനെ പോലെ, പുരോഹിതൻ എപ്പോഴും മനുഷ്യൻ. യേശു എന്ത് ചെയ്തു? അവൻ വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സ്വരൂപത്തിലും സാദൃശ്യത്തിലും വന്നിട്ട് ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ചെയ്യുകയാണ്. ആ പുരോഹിതന്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസി സാധാരണ വിശ്വാസിയാണ്, താഴ്ന്നവരാണെങ്കിലും അവന്റെയും പാദം കഴുകേണ്ടതാകുന്നു മനുഷ്യർ ക്രിസ്തുവിൽ ഒന്നുപോലെ. ഇത് മനസ്സിലാകുന്നു എങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. ഇല്ല, ഞാൻ പാസ്റ്ററാണ്, നിങ്ങൾ അവിടെ നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതല്ല. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാക്കിയാൽ അവർ ഒന്നാണ്, ക്രിസ്തുവിൽ. നോക്കൂ, ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാൻ. അറിഞ്ഞിട്ട് ചെയ്താലാണ് ഭാഗ്യവാൻ, ഇല്ലെങ്കിൽ ഭാഗ്യവാനല്ല. നോക്കണം, ഇനി ലോകത്തിലെ സഭകൾ മുഴുവനും ഇപ്പൊ യേശു വന്നു പാദം കഴുകിയിട്ട് തിരിച്ചു വന്നിരുന്നിട്ട് കാര്യം ചെയ്യണം. ഇത് ബുദ്ധിയിൽ ഗ്രഹിച്ചിട്ടാണ് അവര് പാദം ആദ്യം കഴുകുകയും പിന്നീട് തിരുവത്താഴം കഴിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കുക. യോഹന്നാൻ ആ അധ്യായത്തിൽ യോഹന്നാൻ 13 തന്നെ 17 ഇത് പറഞ്ഞ ശേഷം അവിടെ വീണ്ടും ഇരുന്ന് സംസാരിക്കുന്നത്. പാദം കഴുകിയ ശേഷം വീണ്ടും വസ്ത്രം ധരിച്ച് ഇരുന്നു. എവിടെ? അതേ ടേബിളിൽ ഇരിക്കുകയാണ്. ആ ടേബിളിൽ ഇരിക്കുമ്പോൾ വീണ്ടും ഇവിടെ സംസാരങ്ങൾ പലതും നടക്കുകയാണ്. ആ സമയത്ത് ഒരു ചോദ്യം വരും. യോഹന്നാൻ 13:21. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. ഇതെന്താ സാക്ഷീകരിച്ചു പറഞ്ഞു? ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ബൈബിൾ. ഇത് ആർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്? മണവാട്ടിക്ക്, അല്ലെങ്കിൽ മണവാട്ടി എന്ന് പറയാം. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെടുന്നവരുടെ ഹൃദയത്തിൽ ഓരോന്നും പറയുമ്പോൾ അവരുടെ ഹൃദയത്തിൽ സീനായി വെളിപ്പെടും. ഇതാണ് ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞത്. അബ്രഹാം തന്റെ കുഞ്ഞിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ അവനെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത്. അവൻ എന്താ പറയുന്നത്? ഞങ്ങൾ പോയി മടങ്ങി വരട്ടെ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞപ്പോൾ തന്നെ അറിയാം എന്താണ് ഇതിന്റെ അവസാനം, പര്യവസാനം. അതുപോലെ യേശു അവനോട് പറയുമ്പോൾ സാക്ഷീകരിച്ചു പറയുക എന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോൾ തന്നെ ആരാണ് എന്ന് ഏകദേശം ബോധ്യപ്പെടും, അവിടെ ഹൃദയത്തിൽ ബോധ്യപ്പെടും. എങ്കിലും അവിടെ ആരെന്ന് ചോദിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത് എന്തിനാണ്? നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. അവൻ യോഹന്നാനാണ്. അവൻ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞ്, കർത്താവേ അത് ആർ എന്ന് ചോദിച്ചു. ഓക്കെ, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. കണ്ണം മുക്കി ശീമോൻ ഇസ്കറിയോത്താവിന്റെ മകനായ യൂദായ്ക്ക് കൊടുത്തു.
അപ്പോ ആരാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്ന ചോദ്യം വന്നപ്പോൾ ആ മേശയിൽ ആദ്യം ശ്രദ്ധിക്കുക, ആദ്യം അത്താഴം കഴിക്കാൻ വന്നിരുന്ന മേശയിൽ വെച്ചാണ് അപ്പം വാഴ്ത്തി കൊടുക്കുന്നു, വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുന്നു. വീണ്ടും നമ്മൾ വീണ്ടും സങ്കല്പിക്കുക, വീണ്ടും നമ്മൾ ഒരുമിച്ച് കുടുംബത്തോടു കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരാളിനൊരു സംശയം വരുന്നു. ആ സംശയത്തിന്റെ വചനം നിവർത്തീകരണമാണ് കഴിച്ചു ചെന്ന് പാദം കഴുകിയിട്ട് വീണ്ടും ആ ടേബിളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ആ ടേബിളിൽ വന്ന ശേഷം എന്തൊക്കെ സംഭവിച്ചു? ആദ്യം അത്താഴം കഴിക്കാൻ വന്നിരുന്നു, 1, 2 അപ്പം വാഴ്ത്തി കൊടുത്തു, 3 വീഞ്ഞ് വാഴ്ത്തി കൊടുത്തു, 4 ആരാണ് വലിയവൻ ചെറിയവനെന്ന ചോദ്യം വന്നു, 5 അതിന്റെ പ്രവൃത്തി ശുശ്രൂഷ ചെയ്തു പാദം കഴുകി തിരികെ വന്നിരുന്നു, വീണ്ടും ആ ടേബിളിൽ ഇരിക്കുക. അപ്പൊ 5 കാര്യം കഴിഞ്ഞു. അവിടെ ഇരിക്കുമ്പോൾ അടുത്ത 6ാമത്തെ കാര്യം, ആരാണ് ഒറ്റിക്കൊടുക്കുന്നത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. ആ ചോദ്യത്തിന് ആളെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അത് വീഞ്ഞിൽ എവിടെയോ ഇങ്ങനെ മുക്കി. ഈ യോഹന്നാൻ 13-നകത്ത് ഒരിടത്തും അപ്പം വാഴ്ത്തുന്നില്ല, വീഞ്ഞ് വാഴ്ത്തുന്നില്ല, തിരുവത്താഴം കഴിക്കുന്ന കാര്യം, അപ്പം വീഞ്ഞും കഴിക്കുന്ന കാര്യം ഒന്നും പറയുന്നില്ല. അപ്പൊ ഇതെവിടെ പറഞ്ഞു? ഇതാണ് ഭാഗമായി വിവിധമായി, ഇവിടെ അല്പം അവിടെ അല്പം. അപ്പൊ അതിന്റെ ബാക്കി ശുശ്രൂഷ പാദം കഴുകി വന്നിരുന്നപ്പോഴാണ് ചോദിക്കുന്നത്, ആരാണ് ഒറ്റി കൊടുക്കുന്നത്? ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ. ഉടൻ പിശാച് ബൈബിൾ കോളേജിലെ പുരോഹിതന്മാർ പറഞ്ഞു, കണ്ടോ പാദം കഴുകിയ ശേഷം യേശു അപ്പം നോക്കി കൊടുക്കുന്നത് കണ്ടോ? എത്ര ദുരുപദേശമാണെന്ന് ആലോചിച്ച് നോക്കൂ. പാദം കഴുകി, ഇത് ദൈവം മനഃപൂർവ്വം തന്നെ ഭാഗമായിട്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ പരിശുദ്ധാത്മാവിനെ അയക്കേണ്ട ആവശ്യം തോന്നുന്നു. എന്റെ പുരോഹിതനും ഞാനും ഒക്കെ ബൈബിൾ വായിച്ചാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നെങ്കിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. അപ്പൊ യോഹന്നാൻ 16:12 മുതൽ 14 വരെ യേശു പറഞ്ഞത്, ഞാൻ ഒരുപാട് കാര്യം പറഞ്ഞു, ഇനിയും വളരെ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രഹിക്കില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും, ഈ പറഞ്ഞിരിക്കുന്ന വചനത്തിന്റെ മർമ്മങ്ങളെ, രഹസ്യങ്ങളെ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് കേട്ട് വിശ്വസിച്ച് അങ്ങനെ ചെയ്യുന്നവനാണ് സകല സത്യത്തിലും വഴി നടക്കുന്നവൻ. വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ വേറെ അല്ല, അത് യേശു ക്രിസ്തു തന്നെ. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അപ്പൊ ശരീരത്തിൽ നിന്ന് അകത്തെ ആത്മാവെന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോയി വീണ്ടും പരിശുദ്ധാത്മാവായി. അതാണ് യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അതായത് പിതാവിന്റെ വലതുഭാഗത്ത് ഈ ശുശ്രൂഷകൻ ദൈവിക അധികാരത്തോടുകൂടി ചെയ്യുന്നതാണ്. വലതുഭാഗം എന്ന് വെച്ചാൽ അധികാരം. ഓക്കെ, അപ്പോ ഈ കാര്യങ്ങൾ വായിച്ചിട്ട് പിശാച് ബൈബിൾ കോളേജിലെ പറഞ്ഞു കൊടുക്കുന്നു, കണ്ടോ യേശു പാദം കഴുകി വന്നിരുന്നു, അപ്പക്കണ്ണം മുക്കി കൊടുത്തു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ രീതിയിൽ പഠിപ്പിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള സഭയിൽ ഇരുന്നാൽ ഇത് മനസ്സിലാക്കി, എനിക്ക് മനസ്സിലായി പാസ്റ്ററെ അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ വീണ്ടും എന്നാലും അവിടെ ഇരിക്കുള്ളൂ, ഈ കാര്യമെല്ലാം തെറ്റുള്ളൂ, കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ദൈവത്തിന്റെ വചനപ്രകാരം പുൽപ്പറ്റിൽ നിൽക്കുന്ന ഒരു പുരോഹിതൻ തെറ്റായ രീതിയിലെ ആത്മാവാണ് വസിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തിരുവത്താഴം കഴിച്ച് അദ്ദേഹത്തിനോട് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അതേ ആത്മാവ് മാത്രമേ വ്യാപരിക്കുള്ളൂ. നമ്മളും ആ സഭയിൽ ഇരുന്നപ്പോൾ അതേ ആത്മാവ് തന്നെ വ്യാപരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ശരി അറിയാൻ ആഗ്രഹിച്ചിരുന്നു, ആത്മാവിൽ ദരിദ്രനായിരുന്നു. ശരിയായ ആത്മാവുമായി ഒരു വ്യക്തി വന്ന് നമ്മുടെ കയ്യിൽ ഇരുന്ന് ഇതേ ബൈബിൾ തന്നെ കാണിച്ചു തന്നപ്പോൾ ആ ആത്മാവ് നമ്മുടെ ഹൃദയക്കാണ് തുറന്നു വന്നു. എമ്മാവോസിലേക്കുള്ള ഹൃദയക്കാണ് തുറന്നതുപോലെ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് വെളിപ്പാടാണ്. ദൈവം തന്റെ സഭയെ കെട്ടുന്നത് വെളിപ്പാടിലാണ്, ഇവിടെ ആയിരിക്കാൻ പാടുള്ളതല്ല. മനസ്സിലാകുന്നുണ്ടോ? എല്ലാം മനസ്സിലായി. അപ്പം കൊടുക്കുന്നത് മാത്രമല്ലേ? അല്ല, ധാരാളം വിഷയങ്ങൾ തുറന്ന് നമ്മൾ എടുക്കാം. ഇനി ഒരു 1-2 വിഷയങ്ങൾ നോക്കാം. അപ്പോൾ തിരുവത്താഴത്തിന് മുമ്പ് അല്ല പാദ ശുശ്രൂഷ, അത് മനുഷ്യന്റെ ജ്ഞാനമാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങൾ ആരെങ്കിലും ആരോട് പോയി ചോദിക്കാനാണ് സാധാരണ പതിവ്? നിങ്ങളുടെ പുരോഹിതനോട് ചോദിക്കും. പുരോഹിതൻ ഈ വെളിപ്പാടില്ലാതെ നിൽക്കുകയാണ്, അദ്ദേഹത്തോട് എങ്ങനെ പോയി ചോദിക്കും? ഇപ്പൊ പെന്തക്കോസ് ശരിയാണെന്ന് മാർത്തോമക്കാരന് പോയി ചോദിച്ചാൽ, കത്തോലിക്കക്കാരന് പോയി ചോദിച്ചാൽ അവൻ പറയുമോ? അവന് കിട്ടിയ അറിവിലേ അവന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എപ്പോഴും നമുക്ക് ചോദിക്കാൻ ഒരുവൻ മാത്രം വിശ്വസ്തൻ, കർത്താവ്. മുട്ടുമടക്കുക, കർത്താവിനോട് ചോദിക്കുക, കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഓക്കെ, അപ്പോൾ തെറ്റായ ഉപദേശം ഇവിടെ ഉണ്ടതിന്റെ ആവശ്യമാണ്. ഈ ഒരു കാര്യം കൂടെ നോക്കാം. നോക്കൂ, നേരത്തെ പറഞ്ഞു
ഏദൻ തോട്ടം മുതൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം കടന്നു വരുന്നു എങ്കിൽ എത്രയോ വചനങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് തെറ്റായ രീതിയിൽ വിശ്വസിച്ചിരിക്കുവാനല്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നിങ്ങളും കൂടെ എങ്ങനെയായാലും അതൊന്നും നടന്നു, അത് നിങ്ങൾ തടസ്സം ചെയ്യണ്ട. നിങ്ങൾ ഏക ആത്മാവിലാണെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്നെ കൂടെ തെറ്റിക്കാൻ നോക്കുകയാണ് പിശാച് പല വഴിക്കൂടെ. അത് നിങ്ങൾ തന്നെ കാരണമാവുന്നു. നിങ്ങൾ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ്. അതിന്റെ ആവശ്യം എന്താ? നിങ്ങൾ വചനം കേൾക്കാൻ വന്നാൽ വചനം കേൾക്കുക. ഇതെല്ലാം തയ്യാറാക്കി വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും വീട്ടിൽ ഇന്ന് രാവിലെ ഞാൻ PDF ആക്കി ഈ ലാപ്ടോപ്പിനകത്ത് ഇട്ടത്. ഇത് വീട്ടിൽ വെച്ചും ഞാൻ ഒന്നുകൂടെ എല്ലാം നോക്കി. അപ്പോൾ ഇത് മാസങ്ങൾക്കും കൂടെ പഠിപ്പിച്ചതാണ്, യൂട്യൂബിൽ സംസാരിച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വീണ്ടും പഠിപ്പിച്ചപ്പോൾ ഇന്ന് പുതിയതായിട്ട് ചില കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ എനിക്കറിയില്ല, ചെറിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെട്ടു വന്നു. അത് കർത്താവുമായിട്ട് അങ്ങനെ സംസാരിക്കുന്നല്ല, ഞാൻ പഠിച്ചിട്ട് ഈ വചനം അങ്ങനെ വായിച്ചു പറയുന്നല്ല. ഇതിനിടയിൽ നിങ്ങൾ തന്നെ തെറ്റിപ്പോകുന്ന രീതിയിലൊക്കെ ഇരുന്ന ഞാൻ നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയില്ലേ? എല്ലാ ടൈപ്പും ഇതിനകത്തുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്. ഒരു വല ഇടുമ്പോൾ വലയ്ക്കകത്ത് എല്ലാ ടൈപ്പും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വചനത്തിന്റെ വെളിപ്പാട് ആ വചനം കേട്ട് അതിനോട് നിങ്ങൾ ജാഗരിച്ചിരുന്നുവെങ്കിൽ, ഞാൻ കാട്ടാക്കടയ്ക്ക് ഇതുപോലെയൊക്കെ വരും, സൈഡിൽ കൂടെ പോകും, അവിടെ നോക്കി ജോൺ ബ്രദർ അവിടെ നോക്കി, ഞാൻ ഒന്നും അപ്പോഴും ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് അടുത്ത് വരേണ്ടത് അവിടെ നിന്നാണ് ദൈവവചനം വരേണ്ടത്. അങ്ങനെ ആയിരിക്കും നിങ്ങൾ. ഓക്കെ. അപ്പോ നമ്മള് ഒരു വിഷയം നോക്കി. തുടർന്ന് നോക്കുന്നത് പുരോഹിതന്മാരോടും വിശ്വാസികളോടും സ്തോത്രം പറയാമോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുരോഹിതനെ കാണുമ്പോൾ അച്ഛന്മാരോടും പാസ്റ്ററോടും വിശ്വാസികളോടും സ്തോത്രം ബ്രദറെ, സ്തോത്രം പാസ്റ്റർ എന്ന് പറയാറുണ്ട്. ഇത് നിസ്സാരമെന്ന് തോന്നും. വചനം എന്താ പറയുന്നത്? എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കും. അപ്പൊ ദൈവസ്നേഹം കിട്ടണമെങ്കിൽ പോലും വചനത്തിനുള്ളിൽ എന്താണോ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് വെളിപ്പെടുത്തി കിട്ടി അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവനാണ് ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ അടുത്ത വാക്യം എന്താ? എന്റെ പിതാവ് സ്നേഹിക്കുകയും ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ സഭകൾ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കാനല്ല. വചനം പറയുന്നു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തില്ല. വെളിപ്പാട് ലഭിക്കും. വെളിപ്പാടാണ് നിത്യജീവൻ. അതാണ് ദൈവസഭയുടെ അടിസ്ഥാനം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിന്റെ വെളിപ്പാടാണ് കർത്താവ് യേശു ക്രിസ്തു. ഈ നാമത്തിലാണ് സഭകളെല്ലാം കെട്ടപ്പെട്ടിരിക്കുന്നതെന്നും ഈ നാമവുമായി പോകുമ്പോൾ അവർ നമ്മെ ഉപദ്രവിക്കുന്നെങ്കിൽ എന്ത് മനസ്സിലാക്കാം? അവർ ദൈവസഭയുടെ ഭാഗമല്ല. ഈ വെളിപ്പാട് ഇന്നുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല. യേശു എന്നൊക്കെ പാടും, നിലവിളിച്ചും കൊലവിളിച്ചും യേശു അല്ലാതെ ആരും ഇല്ല എന്നൊക്കെ പറയും. പക്ഷെ അവരുടെ മുമ്പിൽ തന്നെ കർത്താവ് യേശു ക്രിസ്തു പറയുമ്പോൾ അവർക്ക് അലർജി ആവുന്നെങ്കിൽ അവരുടെ ഉള്ളിൽ ആത്മാവെന്ന് ആലോചിച്ചു നോക്കും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വെളിപ്പാട് നമുക്ക് മനസ്സിലായാൽ അങ്ങനെ തന്നെ നിൽക്കുക. കൂടെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നിരിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ആരാണ് ഇവിടെ സ്തോത്രം പറയുന്നത്? ഇതെല്ലാം ഒരു റോൾ മോഡലാണ്. നമ്മൾ ഇങ്ങനെ വായിക്കും. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കാതെ പാപത്തിൽ മരിച്ചിരിക്കുന്നവരായിരുന്നു. ഇന്ന് ഈ സഭകൾ പെന്തക്കോസ്തലുള്ള ജനങ്ങൾ ഇരിക്കുന്ന പോലെ. അപ്പൊ ആരാണ് അവര് സ്തോത്രം പറയുന്നത്? പുരോഹിതനും എല്ലാവരും സ്തോത്രം. നമ്മളത് പറയില്ല. എന്തുകൊണ്ടാ? 1-ാമത്തെ വരി, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു ആമേൻ എന്നതിന്റെ തെളിവാണ് അവൻ പുരോഹിതനെ നോക്കി സ്തോത്രം പറയാത്തത്, വിശ്വാസികളെ നോക്കി സ്തോത്രം പറയാത്തത്. അവർ ആർക്കാണ് സ്തോത്രം? ദൈവത്തിനാണ് സ്തോത്രം. ആര് മാത്രമേ മനസ്സിലാക്കുള്ളൂ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചവൻ. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കാൻ എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2:38 അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പേൻ. എന്തിനാണ്? പാപങ്ങളുടെ മോചനത്തിന്. അതാണ് റോമർ 6:18. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി അടുത്ത് നമ്മൾ ദാസൻ. ആർക്കാണ് ദാസൻ? നീതിക്ക്. നീതി എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ആ വചനമാണ് നീതിയുടെ വസ്ത്രം. ആ വചനം മണവാട്ടി, ഫോട്ടോ കാണിക്കുക. വചനമാകുന്ന മണവാട്ടി, അതാണ് നമുക്ക് നൽകുന്ന ഈ വചനം. ഈ വചനം ഓരോന്നും നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ ആ വചനവും അതിനകത്തുള്ള വെളിപ്പാടും വിശ്വസിക്കുന്നവനാണ് ആ വചനം എന്നെ ധരിക്കുന്നത്.
ആ വചനത്താൽ ഞാൻ മണവാട്ടിയാകണം. കാര്യം മണവാളൻ മണവാളനാണ്. യേശു ക്രിസ്തുവിന്റെ വചനം മുഴുവചനം ദൈവവചനമാണ്. ആ മുഴുവചനവും എന്നെ ധരിപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ട ഓരോ വചനവും പുരോഹിതനിലൂടെ പ്രവാചകന്മാരിലൂടെ കർത്താവ് എനിക്ക് നൽകുമ്പോൾ ഞാൻ അത് വിശ്വസിച്ചിട്ട് ആ വചനപ്രകാരം ജീവിക്കുന്നതാണ് ദൈവം എന്നിൽ കണക്കിടുന്നത്. ആ വചനം എന്നിൽ അപ്ലൈ ആയി. ആ വചനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വചനത്തിന് വിരുദ്ധമായി നിൽക്കുന്നെങ്കിൽ വചനം ഇല്ല എന്നാണ്. പ്രവൃത്തികൾ കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾ സ്തോത്രം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞോ, പക്ഷെ എന്ത് കാണുന്നു? നിങ്ങളെ പാപം മോചിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയില്ല. ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു. അത് കർത്താവ് യേശു ക്രിസ്തു അവന്റെ നാമത്തിൽ പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. എഫേസ്യർ ലേഖനത്തിലും കൊലോസ്യർ ലേഖനത്തിലും അപ്പോസ്തലപ്രവൃത്തി 10:43 താഴെട്ടും പറയുന്നുണ്ട്. യേശു ക്രിസ്തു നാമത്തിൽ മാത്രമേ പാപമോചനമുള്ളൂ. എഫേസ്യർ 1 പറയുന്നുണ്ട്, കൊലോസ്യരിൽ പറയുന്നുണ്ട്. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. ഇത് ആരോട് പറയുന്നത്? റോമർക്ക് ലേഖനമാണ്. പൗലോസ് വീണ്ടും ജനനം പ്രാപിച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ച്, അതായത് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിൽക്കുന്ന ഒരു പുരോഹിതൻ പഠിപ്പിക്കുന്ന ആരെ? അതുപോലെ പാപമോചന സ്നാനം ഇതൊക്കെ സഭയിൽ പഠിപ്പിക്കുന്നതാണ്. ഒരുതിലൊക്കെ ഓരോ സഭകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ തന്നിരിക്കണം. അപ്പൊ ഈ വണ്ണം സ്നാനമേറ്റ് സഭയിൽ ഇരിക്കുന്ന ജനത്തോട് പറയുകയാണ്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. കണ്ടോ, നമ്മൾ ഈ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാത്ത കുറച്ച് വ്യക്തികളുണ്ടെങ്കിൽ അവർക്കല്ല. പക്ഷെ അവരും പറയും, ബൈബിൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ പള്ളിയിലാണ്, എനിക്കുള്ളതാണ്. അല്ല, ദൈവവചനം വിശ്വസിച്ചു പ്രമാണിച്ചനുസരിക്കുന്ന ആരോ അവർ. അതാണ്, നിങ്ങൾക്കോ വരം ലഭിച്ചു, പുറത്തുള്ളവരോ. ഈ സഭയിൽ തന്നെ ഇരുന്നാലും ഈ വചനം വിശ്വസിച്ചു പ്രമാണിച്ചനുസരിക്കാത്തവൻ ദൈവസന്നിധിയിൽ ആരാണ്? പുറത്തുള്ളവൻ. അപ്പൊ ഈ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാ ഈ ജീസസ് ക്രൈസ്റ്റ് ആവുന്നത്? ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലും നമ്മൾ ഒന്നായി തീർന്നു. ഏക ശരീരമാകുമാർ നാം ഒരേ ആത്മാവിനാൽ സ്നാനം ഏറ്റിരിക്കുന്നു. അപ്പോ സഭയിൽ ഇതൊക്കെ പെന്തക്കോസ്തലും കത്തോലിക്കലും പഠിപ്പിക്കാം, പക്ഷെ അവർക്കുള്ളതല്ല. പാപമോചനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്ത ജനത്തോട് ആ സഭയിൽ ഒരു പുരോഹിതൻ പറയുന്നതാണ്. ആ പുരോഹിതന് പരിശുദ്ധാത്മാവ് ലഭിച്ചുവെങ്കിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് കർത്താവേ, സഭയിൽ നാം വെറുതെ ഇത് വായിക്കേണ്ടതല്ല, അങ്ങനെ ഒരു വേർതിരിക്കപ്പെട്ട ജനത്തോട് വേർതിരിക്കപ്പെട്ട പുരോഹിതൻ പറഞ്ഞു കൊടുത്തതാണല്ലോ, അതുകൊണ്ടൊരു വേർപാട് നമുക്കും വേണം. കത്തോലിക്ക മാത്രമേ പെന്തക്കോസ്തൽ പറയുന്ന വേർപാടല്ല, ഒരു മരണം. ദൈവത്തിന്റെ വചനം, സത്യമായ ഒരു വചനം കേൾക്കുന്ന, അങ്ങനെയല്ല കേട്ടുന്ന, എന്റെ ഹൃദയത്തിൽ അത് വെളിപ്പാടായിട്ട് വന്നാൽ എനിക്കൊരു മരണം നിശ്ചയം. ഇപ്പോഴും അങ്ങനെ മരണപ്പെട്ട്, അതായത് സ്നാനം മരിച്ച് അടക്കി ഉയർത്തിയതിൽ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവിടെ വന്നിരിക്കുന്നവരാണ്. നമുക്കും വേണം മരണം. അതിനാണ് ഇവിടെ വരുന്നത്. നമ്മൾ പലരും ഇന്ന് ചിലപ്പോൾ ലോകത്തിന്റെ രീതിയിലായി പോകാം, ജഡശരീരത്തിലാണ്. അങ്ങനത്തെ സ്വഭാവം കൂടെ മരിപ്പിച്ചിട്ട് ഈ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കും, എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ ദിനം പ്രതി നമ്മൾ പാപസംബന്ധമായ ഓരോന്നും ഉപേക്ഷിച്ചിട്ട് ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനാണ് ആലയത്തിൽ വരുന്നത്. അപ്പോ അപ്പോസ്തലന്മാർ ഈ പഠിപ്പിക്കുന്നത് ഈ പറയുന്ന പ്രകാരമുള്ള കൂട്ടരോടാണ്. ഇത് ഈ സ്നാനം ചെയ്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി പാപം മോചിക്കാത്തവരെടുത്ത് വെച്ച് പഠിപ്പിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടിട്ടും യേശു നാമ സഭയിൽ ഇരുന്നാൽ മതിയോ? പോരാ. അവരൊന്നിനല്ലേ പഠിപ്പിക്കുന്നത്. അത് ഈ പാപം മോചിക്കപ്പെട്ടു എന്ന് പറയുന്ന രീതിയിലെങ്കിലും പിന്നെന്തായി? മരണകരമായ മന്നയാണ് കഴിക്കുന്നത്. തെറ്റായ വ്യാഖ്യാനം മരണത്തെ കൊണ്ടുവരുന്നു, ശരിയായ എന്താണ് വെളിപ്പാട് ജീവനെ കൊണ്ടുവരുന്നു. അപ്പൊ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി, കണ്ടോ, ദൈവത്തിന്റെ വചനമാണ് നീതിയുടെ വസ്ത്രം. ആ വചനത്തിന് ഞാൻ ആരാ? ദാസനാണ്. അപ്പൊ വചനം യജമാനൻ, കർത്താവ്, ഗുരു, അതിന് ഞാൻ കീഴ്പ്പെട്ടു എന്ന് ദൈവം കണക്കിടുന്നതാണ് ആ വചനം. ആമേൻ, ഞാൻ ഇനി അങ്ങനെ ജീവിച്ചോളാം കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് ഞാൻ ആ ക്രിസ്തുവിന് അല്ലെങ്കിൽ വചനത്തിന് നീതിക്കുള്ള ദാസനാവുന്നത്. ഇല്ലെങ്കിൽ ആവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു പ്രവൃത്തി ആകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ ഇപ്പൊ റോമർ 12 മർമ്മം ഒന്നുകൂടെ പറഞ്ഞുതരാം.
കർത്താവായ യേശു ക്രിസ്തു എന്റെ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് നീതിയുടെ വസ്ത്രങ്ങൾ തരുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ആരാണ് ദൈവത്തിന് സ്തോത്രം കൊടുക്കാനുള്ളത്? ഈ പാപമോചനം ലഭിച്ച് ദൈവവചനത്തിന് കീഴ്പ്പെടുന്ന വ്യക്തികളാണ് അവരുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് സ്തോത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി റോമർ 7:25. ഇതുപോലെ ഓരോ വചനവും ബൈബിൾ മൊത്തവും എടുത്ത യേശു പറഞ്ഞതുപോലെ എല്ലാം പഠിപ്പിക്കാൻ ബൈബിൾ മാത്രം പോരില്ല, കഴിയില്ല. നമുക്ക് വർഷങ്ങളും മാസങ്ങളും പുതിയത് ഒരുപാട് പഠിക്കേണ്ടതുണ്ടാവും. ഓരോ വാക്യത്തിൽ നിന്നും ധാരാളം ഉണ്ടാവും. റോമർ 7:25. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ ഇവിടെ തൃത്വവാദികൾക്ക് കണ്ട രണ്ടു പേരുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നെ യേശു ക്രിസ്തുവിന് സ്തോത്രം എന്നല്ലേ എഴുതേണ്ടത്? ഇതൊക്കെ ജ്ഞാനമാണ്. ഞാൻ നിങ്ങളെ അങ്ങനെയും കൂടെ പഠിപ്പിക്കുകയാണ്. നമുക്കിത് മനസ്സിലാകും. നമ്മൾ ഈ കാര്യം പറയാൻ പോകുമ്പോൾ ഇപ്പൊ നോക്കുക, നമ്മളിൽ നിന്ന് ആരെങ്കിലും ഈ വെളിപ്പാട് ലഭിക്കാത്ത സ്നാനപ്പെട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഈ റോമർ 7:25 അവരോട് പറയുമ്പോൾ അവർ ആദ്യം പറയും, കണ്ടോ നിങ്ങൾ തന്നെ പറഞ്ഞു യേശു ക്രിസ്തുവാണ് ദൈവമെന്ന്. നമ്മുടെ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുമ്പോൾ രണ്ട് വ്യക്തിയില്ല, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? അതാണ് ഇനി പറയുന്നത്. അപ്പൊ ഓരോ വാക്യത്തിന്റെയും ഉള്ളിലാണ് ദൈവത്തിന്റെ നിഗൂഢ രഹസ്യം, സത്യം കിടക്കുന്നത്. അത് നമുക്ക് മനസ്സിലായാൽ മാത്രമേ ക്രിസ്തു നമ്മോടുള്ളൂ. ഇന്നലെ ഞാൻ നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ ഓഡിയോ ഇട്ടിരുന്നു, കണ്ടോ? ഒരാള് സ്നാനത്തിന്റെ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചത്. 2 മണിക്കൂർ ഒരു വ്യക്തിയോട് സംസാരിച്ച്, നിങ്ങൾ 1 മണിക്കൂർ കേട്ടാൽ എന്നെ അടി തരും. നിങ്ങൾ ഇത്രത്തോളം മണ്ടത്തരങ്ങൾ പറഞ്ഞു കൊടുത്തതൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചല്ലോ എന്നോർത്ത് നിങ്ങൾക്ക് തന്നെ തോന്നും. 2 മണിക്കൂർ സംസാരിച്ചിട്ടായിട്ടൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കോൾ കട്ടായി. വീണ്ടും 1/2 മണിക്കൂർ നിങ്ങളെ മുഷിപ്പിക്കേണ്ടത് വെച്ചിട്ടാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ രണ്ടാമത്തെ ഇട്ടുതരാം. രണ്ടാമത്തെ 30-32 മിനിറ്റ് സംസാരിച്ചപ്പോ അവസാനത്തെ 10-15 മിനിറ്റ് മുമ്പാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, പാസ്റ്റർ എനിക്ക് സ്നാനം വേണം, എനിക്ക് സ്നാനപ്പെടണം. വരാന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്നില്ല, വരാം സ്നാനപ്പെടാന്ന് പറഞ്ഞു. പിശാചി അടിച്ചിട്ട് പോകാറുണ്ട്. ഭാഗ്യം, പ്രാർത്ഥിക്കുക. അപ്പൊ അദ്ദേഹം ചോദിക്കണം, പാസ്റ്റർ നിങ്ങൾക്ക് 2 വസ്ത്രം ഉണ്ടോ? 2 വസ്ത്രമുള്ള 1 വസ്ത്രം കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അതെ, ഞാൻ എനിക്ക് അങ്ങനെ വസ്ത്രം ഞാൻ തരാൻ പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോഴൊന്നും പറഞ്ഞു കൊടുത്തില്ല. പോണെങ്കിൽ പോട്ടെ. ഈ മർമ്മങ്ങളൊക്കെ ദൈവം മറച്ചു വെച്ചിട്ട് പോയതാണ്. നമ്മൾ CSIയിലെ മർത്തമിൽ ഇരുന്ന് അവിടെ തന്നെ ഇരുന്ന് മരിച്ചു പോയതുണ്ടല്ലോ. അവര് സത്യങ്ങൾ അറിയാതല്ലേ മരിച്ചു പോയത്. പക്ഷെ അവര് മരിച്ചു പോയതുപോലെ സത്യം അറിയാതെ മരിച്ചു പോകാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കാത്തതുകൊണ്ട് കർത്താവ് നമ്മെ അവിടെ നിന്ന് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ സത്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ പിന്നെ അവർക്ക് പറഞ്ഞിട്ട് ആവശ്യമുണ്ടോ? ഇതൊന്നും പുറത്ത് പഠിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. റോമർ 7:25 പറയുന്ന പ്രകാരം അവിടെ ഒരു സത്യം എഴുതിയിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോ പറയാൻ പോകണേ, ഈ കാര്യം കൂടെ തൊട്ട് താഴെ എഴുതണ്ടേ? 26 മുതൽ അങ്ങോട്ട് എഴുതി വെക്കണ്ടേ? അപ്പൊ ഇതെല്ലാം സഭയിൽ പഠിപ്പിക്കേണ്ടതാണ്. സഭ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ സഭ അല്ലാതെ ഉണ്ട്. ആ മൂടുപടയുന്ന സമയത്ത് വരാം ദൈവസഭയ്ക്ക് എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പൊ ദൈവസഭ അല്ലാത്ത സഭയുണ്ട്. അവരിതല്ല, ശിഷ്യന്മാരോട് മാത്രമേ ദൈവം രഹസ്യങ്ങൾ സംസാരിച്ചുള്ളൂ. അവർ പുറത്തുള്ളവരോ? അപ്പൊ ഇവിടെ നോക്കൂ, ഈ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് വചനം. അത് ഞാൻ അവസാനം പറയുന്നുണ്ട്. അപ്പൊ പാസ്റ്റർ 2 വചനമേ ഉള്ളൂ. നീതിയുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വചനമാണ്. അപ്പൊ 2 വസ്ത്രം ഉണ്ടെങ്കിൽ 1 വസ്ത്രം തരാൻ പറഞ്ഞ 2 വചനമാണോ ഉള്ളത് എന്ന് മണ്ടത്രയും ചോദ്യങ്ങളാണ്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതാണ്. അതായത് നമ്മളിപ്പോൾ നീതിയുടെ വസ്ത്രം അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വെളിപ്പാട് ഇത് നമ്മുടെ സഹോദരങ്ങളോട് പറയണം. ഈ സ്നാനവും വിശ്വാസ സ്നാനം സ്വീകരിക്കാത്തവർ നമ്മൾ പറയണം. അതാണ് അവന് വസ്ത്രം കൈമാറുന്നത്. നീതിയുടെ വസ്ത്രം ലഭിച്ച് നമുക്ക് മുമ്പേ മെസ്സേജ് അറിഞ്ഞവർ നമ്മളോടൊന്ന് പറഞ്ഞതുകൊണ്ടല്ലേ നമുക്ക് ഈ വെളിപ്പാട് ഗ്രഹിക്കാൻ പറ്റിയത്. ഇന്ന് നമ്മൾ ഈ വചനം സ്വീകരിക്കുമ്പോൾ നീതിയുടെ വസ്ത്രം ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ നരകത്തിൽ തള്ളും. കൈകാലം കെട്ടി മത്തായി 22 വായിച്ചു നോക്കുക. കല്യാണ വസ്ത്രം, കല്യാണ മണവാളം ധരിച്ചിരിക്കുന്നത് വചനം എന്ന വസ്ത്രം. നമ്മളും വചനം അണിയുകയാണ്. അപ്പോ ഇത് നിങ്ങൾ പറയണം. 2 വസ്ത്രം, 2 ഉദ്ദേശിക്കുക. നമുക്ക് ആ വസ്ത്രം വെളിപ്പാട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ പറയാവുന്നത് അവരോട് പറയുക, സഭയിൽ വരട്ടെ, ബാക്കി പഠിപ്പിക്കാം. കോട്ടയത്ത് എറണാകുളത്തിൽ ബ്രദർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് കാണുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു ഒരുപാട് 1-2 കാര്യം പറഞ്ഞത് ഭയങ്കര ആകാംക്ഷ. ബാക്കി അതോട് പറയൂ. അത് ഞാനിപ്പോ ഇനി അങ്ങനെ പറയില്ല, അത് പറയാൻ പാടില്ല. ദൈവം മൂടി വെച്ചിട്ട് പോയതാ. ഇത്രയും എനിക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ സ്നാനം പറ്റി സഭയിൽ വരും. ഇതിലും വലിയ മർമ്മങ്ങളുണ്ട്. വലിയ ആകാംക്ഷയോടെ വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ സഭകളെ പുരോഹിതന്മാരൊക്കെ സർപ്പസന്ധികൾ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഏകദേശം 100-ലധികം ആൾക്കാർ വിളിച്ചു. ഒരു ദിവസം 15-20 പേരൊക്കെയാണ് വിളിക്കുന്നത്. മൊത്തത്തിൽ ഇതുവരെ 4-5 പേര് സ്നാനപ്പെടാൻ റെഡി ആയിട്ടുണ്ട്. പലരും വിമർശിക്കാൻ വിളിച്ചവരുണ്ട്,
സത്യം അറിയാൻ വിളിച്ചവരുണ്ട്. പല സഭകളിലും പോയിട്ട് ഒന്നും മനസ്സിലാകാതിരുന്നിട്ടും ഇപ്പോഴും സത്യം ആഗ്രഹിച്ചിരിക്കുന്ന 2-3 വ്യക്തികളുണ്ട് അതിനകത്ത്. നമ്മൾ ഓടിയതുപോലെ ഓടിക്കൊണ്ടിരുന്നവര്, അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കേൾക്കുമോ? ഇവിടെ നോക്കും. റോമർ 7:25 ഈ ഒരു കാര്യം പറഞ്ഞെത്താം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ആരെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഞാൻ ആരാണ്? അവിടെ അപ്പോഴും പറഞ്ഞത് പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. എന്തിന്? തൊട്ട് മുമ്പ് നമ്മുടെ, അപ്പൊ അവിടെ വന്നിരിക്കുന്നവരും യേശു കർത്താവെന്നും സൃഷ്ടികർത്താവായ ദൈവം തന്നെയാണ് യേശു എന്ന കർത്താവെന്നും, 2 കർത്താവെന്നല്ല, ഇത് ഒരു കർത്താവ് തന്നെ എന്ന് വിശ്വസിച്ച് സ്നാനപ്പെട്ട കൂട്ടരോട് പറയുകയാണ് നമ്മുടെ ഒരേ വിശ്വാസമുള്ളവർ. ഈ വിശ്വാസം ഇല്ലാത്ത പിതാവായ ദൈവം വേറെ, യേശു ക്രിസ്തു എന്ന കർത്താവ് വേറെ എന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസ്തുകാരന്റെ കൂടെ ഇരിക്കുന്നവരെ കുറിച്ചല്ല. അവരും പറയും, അവരെ പുരോഹിതനും പറയും, അവരെ വിശ്വാസികൾ നമ്മുടെ. അങ്ങനെയല്ല, ദൈവം കണക്കിടണമെങ്കിൽ ഈ വെളിപ്പാട് ലഭിക്കണം. റോമർ 10:9 നമ്മളോട് പഠിപ്പിച്ചു യേശു തന്നെ കർത്താവ്. അതായത് സൃഷ്ടികർത്താവ് തന്നെയാണ് യേശു, അതാണ് പുത്രൻ തന്നെ പിതാവ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ യേശു വീണ്ടും ആക്ഷരികമായി പറഞ്ഞിട്ടുണ്ട്, പിതാവും പുത്രനും ഒന്നാകുന്നു. യോഹന്നാൻ 10:30. അതിനെ അവർ രണ്ടാക്കുന്നു. എന്ത് മർമ്മം അവർക്ക് ഗ്രഹിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവണ്ണം നിൽക്കുന്ന ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ആരോടൊപ്പം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം അറിയേണ്ടത്, യേശു ക്രിസ്തു എന്ന കർത്താവും യഹോവ എന്ന സൃഷ്ടികർത്താവും ഒന്ന്. എഫേസ്യർ 4:5 പറയുന്ന കർത്താവോ ഒരുവൻ, വ്യക്തി ഒന്ന് എന്ന് വിശ്വസിക്കുന്ന കൂട്ടർ പറയുകയാണ്. അടുത്തതാണ് മർമ്മം. യേശു ക്രിസ്തു വേറെ, ദൈവം വേറെ എന്നല്ല. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്ന് പറഞ്ഞാൽ ഈ നാമത്തിലുള്ള സ്നാനം മുഖാന്തരം പാപം മോചിച്ച്, അതാ യേശു പറഞ്ഞു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ പോകാൻ കഴിയില്ല. ഞാനെന്തോ ഒരാളെന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഒരു വലിയ നദിയുടെ അക്കരെ നിൽക്കുന്നു, അത് പഴയ നിയമം, ഇടതുവശം പഴയ നിയമം. ഒരു വലിയ നദിയുടെ നിറയെ വെള്ളമുള്ള നദിയുടെ അക്കരെ പുതിയ നിയമം. അപ്പൊ പഴയ നിയമത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ നദി കടന്ന് ഇപ്പം വരാൻ പറ്റില്ല, പാലമൊന്നുമില്ല. ഇതിനിടയിൽ വന്ന പാലമാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ നദിയുടെ മറുകരയിൽ നിന്ന പാപിയായ ഏതൊരു മനുഷ്യനും യേശു ക്രിസ്തു ആരാണെന്ന് വിശ്വസിക്കണം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായം ഏറ്റുപറയും രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു പാപി അവൻ പിന്നെ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനം എന്ന ആ നാമത്തിലുള്ള സ്നാനമേൽക്കണം. അവനും മരിച്ച് അവനെയും യേശു ക്രിസ്തു നാമത്തിൽ കുഴിച്ചിട്ട് യേശു ക്രിസ്തു നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ പുതിയ രാജ്യത്തിന്റെ അംശമായി. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയില്ല. ദൈവസഭയിൽ അതുകൊണ്ടാണ് നമ്മൾ ആ സഭകൾ വിട്ട് ഇവിടെ വന്നത്. പിന്നെ അവിടെ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അങ്ങോട്ട് പിടിക്കുന്നു എന്ന് വിചാരിച്ചോളാം, നിങ്ങൾ ദൈവത്തിലുള്ളവരല്ല. നമ്മളെ കൊണ്ടുവന്ന് നമ്മളാണോ? അല്ല. എന്റെ ഉള്ളിൽ വന്ന ഈ ദൈവത്തിന്റെ വചനം വെളിപ്പാടാണ് എന്നെ തള്ളിപ്പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൗലോസ് 19 അധ്യായത്തിൽ യോഹന്നാന്റെ സ്നാനം ഏറ്റുന്നവരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ പറഞ്ഞവന്റെ പിന്നാലെ വരുന്നവനെ കേൾക്കണം, വിശ്വസിക്കണം, അപ്പോൾ ഉപദേശിക്കാൻ തക്കവണ്ണം. മത്തായി 28:19 സ്നാനം പറഞ്ഞത്. 20 യേശു പറയുന്നു സ്നാനപ്പെടുന്നതിന് മുമ്പ് അവനെ തക്കവണ്ണം ഉപദേശിച്ചിട്ട് വേണം സ്നാനപ്പെടുത്താൻ. മത്തായി 28:19, 20 പറയുമ്പോൾ പൗലോസ് അവിടെ ഇല്ല. പക്ഷെ പൗലോസിനെ കർത്താവ് വിളിച്ച് 3.5 വർഷം മണലാരണ്യത്തിൽ അയച്ച്, ഇത് കർത്താവിന്റെ ഒരു തിയറിയാണ്, 3.5 വർഷം. അതാണ് ഇവിടെ നമ്മൾ സുബിൻ ബ്രദറൊക്കെ വന്ന് 1 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നു, സഭ തുടങ്ങണം, വരുമാനം ഇല്ലെന്ന് പറഞ്ഞപ്പോ അത് പറ്റില്ല സഹോദരന്ന് അവർക്ക് വിരോധം തോന്നുള്ളൂ. പറഞ്ഞെന്താ, ഈ വചനപ്രകാരം തന്നെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആദ്യം എന്നെ എടുത്ത് കളയും കർത്താവ്. രണ്ടാമതും പോയി സഭ തുടങ്ങി എല്ലാം ഇല്ലാതെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും വന്നിരുന്നു 1 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുന്നു സഭ തുടങ്ങണം പാസ്റ്റർ, പറ്റില്ല. അപ്പൊ 3 ആണ്ട് കഴിഞ്ഞിട്ട് പൗലോസ് 3 ആണ്ട് കഴിഞ്ഞിട്ട് യേശു അപ്പോസ്തലന്മാരെ വിളിച്ചിട്ടോ 3.5 വർഷം ശുശ്രൂഷിച്ച ശേഷമാണ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് സുവിശേഷം പോകാൻ പറഞ്ഞത്.
അപ്പൊ ഈ ദൈവവചന പ്രകാരം വിളിച്ചു നിർത്തിയിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നതും ദൈവവചനം അല്ലെങ്കിൽ, മുമ്പിൽ രാജമീറ്റ് ക്ലാസ് പറഞ്ഞല്ലോ, പുൽപ്പറ്റിൽ നിന്ന് ആര് പ്രസംഗിച്ചാലും ദൈവവചന വിരുദ്ധമാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് തിരിച്ചറിയണം, എഴുന്നേറ്റ് കൈ തുറക്കണം. അപ്പൊ ഞാൻ ചോദിക്കും, എന്താ സഹോദരൻ ഇപ്പൊ പറഞ്ഞ തെറ്റാണ്? അപ്പൊ കർത്താവ് ഉണർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നോക്കി ശരിയാ സഹോദരൻ. അല്ല വീണ്ടും ആ തെറ്റ് തന്നെ പറയുന്നുണ്ടെങ്കിൽ മതി, പ്രസംഗം നിർത്തും, സഭ പിരിച്ചുവിടും. അങ്ങനെ ചെയ്യണമെന്നാ പുരോഹിതൻ പ്രവാചകൻ വില്യം ബ്രൺഹാമിലൂടെ കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. വീണ്ടും തെറ്റ് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കണ്ടേ, അത് കറക്റ്റ് ചെയ്തിട്ടേ മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ സഭകൾ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ തിരുത്തി, അവര് കുഴപ്പമില്ല, അവരുടെ ഉള്ളിൽ ആത്മാവ് തന്നെ നമ്മളിൽ വ്യാപരിക്കും. അപ്പൊ ശരിയായ വചനപ്രകാരം നിൽക്കുന്നിടത്തേ ദൈവം ഉണ്ടാവുകയുള്ളൂ. ഇവിടെ നമ്മുടെ സഭയിലിരിക്കുന്ന ഒരേ ആത്മാവിനാൽ സ്ഥാനപ്പെട്ട അവരോട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ അറിയാതിരിക്കെ എന്നെ സ്നേഹിച്ച മഹാസ്നേഹമാണ് ക്രൂശിലെ മരണം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ മോനെ ഇപ്പൊ രവി ബ്രദറിന് പകരമായിട്ട് കൊല്ലം ഞാൻ വിട്ടുകൊടുക്കണമെങ്കിൽ ഈ ബ്രദറിനെ എത്ര ഞാൻ സ്നേഹിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ആർക്കും വേണ്ടാത്ത നമ്മെ നോക്കിയിട്ട് യേശു തന്റെ പ്രാണൻ വിട്ടിട്ട് ആ യേശുക്രിസ്തു നാമവുമായിട്ട് കൊണ്ടുചെല്ലുമ്പോ ഈ സഭാവിശ്വാസികൾ നമ്മളെ നോക്കിയിട്ട് ഭൂതമെന്നും ഭ്രാന്തനെന്നും കൊടുക്കലെന്ന് പറയണമെങ്കിൽ അവർ എതിർ ക്രിസ്തുക്കളില്ലേ? അപ്പൊ യേശുക്രിസ്തു മുഖാന്തരം വെച്ചാൽ ആ പാപമോചന സ്നാനം മുഖാന്തരം അങ്ങനെ ഒരു ഭാഗ്യം കൃപയാൽ ലഭിച്ചത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. എന്നെ വിളിച്ച് എനിക്കിത് പറഞ്ഞു തന്ന പുരോഹിതന് കയ്യപ്പാവിന് സ്തോത്രം എന്നല്ല, പാസ്റ്ററെ സ്തോത്രം, ബ്രദറെ സിസ്റ്ററെ സ്തോത്രം എന്നല്ല, ദൈവമാണ് വെളിപ്പെടുത്തി തന്നത്. ആ ദൈവത്തിന് സ്തോത്രം കൊടുക്കുന്നവരാണ് മഹത്വപ്പെടുന്നത്. ഇതുപോലെ സ്തോത്രം പോകുന്ന ഒരു കാര്യമാണ് കൊലോസ്യർ 3:17. വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ചെയ്തും. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ദൈവത്തിന് മഹത്വം പോകുള്ളൂ. അവർ പറയണമെന്നില്ല. കാര്യം ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം ചെയ്താലും യേശുക്രിസ്തു നാമത്തിൽ ചെയ്യണമെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന് ഓൾറെഡി അങ്ങനെ ഓട്ടോമാറ്റിക്കലി മഹത്വം പോയിക്കൊണ്ടേയിരിക്കും. ഇത് പിശാചിന് നല്ലവണ്ണം വചനമറിയാം. അങ്ങനെ ഈ ലോകത്തുള്ള ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് മഹത്വം പോകാതിരിക്കാനാണ് സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യിപ്പിക്കാതിരിക്കുന്നത്. ഈ നാമം അശേഷമുണ്ടെന്ന് ആരോട് ഉപദേശിക്കരുത്. ഇതെല്ലാം പിശാചിന്റെ ജനമാണ്, സന്തതികളാണ്. ഓക്കെ, ഞങ്ങളുടെ നിർത്തും. നമുക്ക് അടുത്ത ആഴ്ച എടുക്കാം, ഇതിന്റെ തന്നെ താഴെ എടുക്കാം. ഇതുപോലെ ഓരോ വചനത്തിനകത്ത് പഠിപ്പിച്ചു പോയ ഒരുപാട് മർമ്മങ്ങൾ ഓരോ വാക്യത്തിനകത്തുമുണ്ട്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമാണെന്ന് തോന്നുന്നെങ്കിൽ വിളിക്കുക. എന്റെ വാട്സപ്പ് നമ്പറൊക്കെ ഇതിനകത്തുണ്ട്, വിളിക്കുക. കൂടുതൽ സത്യങ്ങൾ ഞങ്ങൾ പുറത്ത് പറയുന്നതല്ല. യേശു അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നില്ല. ഇതായിക്കോട്ടെ, നമ്മുടെ ഇവിടെ പറഞ്ഞ റോമർ 7:11 ആ അവിടെ പഠിപ്പിച്ച വിശ്വാസപ്രകാരം വിശ്വസിച്ച് സ്നാനമേറ്റ് സഭയിൽ വന്നവരോടാണ് സംസാരിക്കുന്നത്. പുറത്തൊന്നും പറയാൻ പാടില്ല. അതെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ. ആർക്കും കേൾക്കുന്നെങ്കിൽ വിളിക്കുക. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എഴുന്നേൽക്കാം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, തുടർന്ന് നമുക്ക് പറയാം. ഇത് നിങ്ങൾ കുറിച്ചെടുക്കുക, താല്പര്യം പറയുക. അപ്പോൾ പുച്ഛിക്കും കേട്ടോ, ഓർമ്മിച്ചോളുക. ഇത് പറയാൻ പോകുമ്പോൾ അവർ പുച്ഛിച്ചിരിക്കും. കാര്യം എന്താ? അവർക്ക് മറഞ്ഞു കിടക്കുന്ന കാര്യം. ഇതിനിടയിൽ ആരെങ്കിലും കാണും 1 or 2 പേര്. ഇപ്പൊ ഞാൻ അന്നിട്ട വീഡിയോ കണ്ടത് എത്രയെന്ന് അറിയാം? ഏകദേശം 18,000 പേര് കണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടത് 18,000 പേര്. വിളിച്ചത് ഏകദേശം 100ഓളം പേര്. ഒരു 4 or 5 പേരാണ് വിശ്വാസ സ്നാനം ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര പേർ പൂർത്തീകരണത്തിൽ വരുമെന്ന് അറിയില്ല. അപ്പൊ ഇതാണ് യേശു പറഞ്ഞത്, ഇവിടെ നിന്നൊന്ന് അവിടെ നിന്നൊന്ന്. ചെറിയ കൂട്ടം, വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. ഇനി ഈ ചുരുക്കത്തിൽ നിന്നാണ് തേജസ്കരണം, അതിലേറെ ചുരുക്കം. അപ്പോൾ അതിൽ ഞാൻ ഉൾപ്പെട്ടോ എന്ന് ജാഗരിച്ചുകൊണ്ട് ആ വചനം പോലെ ജീവിക്കാൻ നമുക്ക് കാതോർത്തിരിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ സ്തോത്രം. സ്വർഗീയ പിതാവാം ദൈവമേ, നസ്രാനായ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ തിരുവചന സത്യങ്ങൾ കർത്താവ് യേശുവേ, അതിന്റെ മർമ്മങ്ങൾ ആഴങ്ങൾ ഗ്രഹിച്ച് ആ വചനത്തോടൊപ്പം ചേർന്ന് ജീവിക്കുവാൻ ഞാൻ എളിമപ്പെടുമ്പോൾ, താഴ്മപ്പെടുമ്പോൾ, അതല്ലാതെ ആ വചനത്തിന്റെ സാഹചര്യം, ആ വചനം എന്നിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാഹചര്യത്തെ അതിനെതിരായിട്ട് ആരെങ്കിലും പറയുന്നതോ എന്റെ ബുദ്ധി പറയുന്നതോ പ്രകാരമല്ല ആ പ്രതികൂലത്തിന്റെ നടുവിൽ ഞാൻ നിൽക്കുവാൻ, പ്രവർത്തിക്കാൻ, പറയുവാൻ, സംസാരിക്കുവാൻ ദൈവത്തിന്റെ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് വാഗ്ദത്തം ചെയ്ത കർത്താവ് സകലതും വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിൽ ഊവന്നത്രേ. എന്റെ കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യർ മുഴുവൻ പറഞ്ഞാലും
എന്റെ അപ്പൻ എന്നോടൊപ്പമുണ്ട്, വാഗ്ദത്തം ചെയ്ത കർത്താവിനോടുകൂടെ. അപ്പോഴും ആ വചനം വിശ്വസിച്ച് അതിനോടൊപ്പം നിൽക്കുമെങ്കിൽ മാത്രമാണ് ആത്മാവ് എന്നെ വഴി നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാണുന്ന ജനത്തിന് കാണാൻ കഴിയാതിരിക്കുന്ന കാഴ്ച ദൈവത്തിന് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ തക്കോണം അത്ഭുതങ്ങൾ, അടയാളം, മഹാവീര്യ പ്രവൃത്തികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമുക്ക് എഴുതി തന്നിരിക്കുന്നു. ആ വചനം അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിനെ ബുദ്ധിയിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് ജീവിക്കുവാനാണെങ്കിൽ അക്ഷരം കൊല്ലുന്നു. അതിന്റെ ആത്മീക വെളിപ്പാടോ പരിശുദ്ധാത്മ പ്രാപിച്ച ഒരു വ്യക്തിയിലൂടെ തന്നെ അറിയണം. ഇല്ലെങ്കിൽ അങ്ങനെ പരിശുദ്ധാത്മ പ്രാപിച്ച ഒരു സഭയിൽ വരുമ്പോൾ കുറച്ചു കാര്യം മനസ്സിലാക്കുമ്പോൾ പിന്നെ സഭയിലാണ് പഠിപ്പിക്കുന്നത്. സഭ വേണം, കൂട്ടായ്മ വേണം. നോക്കൂ, അപ്പോസ്തലന്മാർ സത്യങ്ങളെല്ലാം പഠിപ്പിച്ചപ്പോൾ അതെല്ലാം കേട്ട് വിശ്വസിച്ചവർ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. ഒരു വ്യക്തിക്ക് ഒരു ലോക്കൽ സഭ ഉണ്ടായിരിക്കണം. അപ്പം നോക്ക് കൂടിയിരിക്കണം, തിരുവത്താഴം കഴിച്ചിരിക്കണം, പാദശുശ്രൂഷ ചെയ്തിരിക്കണം, അവിടെ വചനം പറയുന്ന ഒരു സഭ ഉണ്ടായിരിക്കണം. ദൈവം തരുന്ന നന്മയുടെ ഓഹരി ദൈവനാമ മഹത്വത്തിനായി കൊടുക്കണം. അങ്ങനെ ക്രിസ്തുവിന് ജ്യോതിസുകളായി, ക്രിസ്തുവിന്റെ പത്രങ്ങളായി, ക്രിസ്തേശുവിന്റെ ഭാവത്തോടുകൂടി ജീവിക്കുമ്പോൾ മറ്റൊരു വ്യക്തി കാണുമ്പോൾ പറയും, ഇദ്ദേഹം മുൻപുള്ളതുപോലെയല്ല, വളരെ പ്രത്യേകതയുണ്ടല്ലോ. അതറിയാൻ ആഗ്രഹിക്കും. അതിനെ തെറ്റിക്കാനായി പല പ്രലോഭനവുമായി പലരും നമ്മുടെ മുമ്പിൽ വരുമ്പോഴും പഴയ മനുഷ്യനെ പോലല്ല പ്രതികരിക്കേണ്ടത്. എളിമയോടെ, താഴ്മയോടെ ആദ്യം കർത്താവെ എന്നെ സഹായിക്കണമേ. എന്റെ ചെവി, ആ വ്യക്തി എന്റെ ചെവി തുറന്നിരിക്കുന്ന കാണുന്നു, എന്റെ കണ്ണ് തുറന്നിരിക്കുന്ന കാണുന്നു, പക്ഷെ